അതിന്റെ ഒപ്പം തന്നെ നമ്മളിൽ ഒരുപാട് പേര് ഇഷ്ടം പോലെ എഫേർട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് ഒരുപാട് കൊല്ലത്തെ എക്സ്പെർട്ടീസ് ആയി ഇപ്പോ. അപ്പോ ചില ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് പൊസിഷൻ വൈസ് ആയിക്കോട്ടെ, ടീം വൈസ് ആയിക്കോട്ടെ, റിസൾട്ട് വരുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് റിസൾട്ട് വരുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് റിസൾട്ട് വരാത്തെ? നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു രാവിലെ ഒരു 10 മണി 10:30 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. വൈകിട്ടാണ് നമ്മൾ വീട്ടിൽ കയറുന്നത്. അപ്പൊ ഇതിനിടയിൽ നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്, ഒരുപാട് പേരോട് സംസാരിക്കുന്നുണ്ട്, മീറ്റിംഗ് കൊടുക്കുന്നുണ്ട്, വൺ ഓൺ വൺ കൊടുക്കുന്നുണ്ട്, ഹോം മീറ്റിംഗ് കൊടുക്കുന്നുണ്ട്, ഡിസ്പ്ലേ വാൾ ഉദ്ഘാടനം നടക്കുന്നുണ്ട്, ഷോപ്പുകൾ വരുന്നുണ്ട് നമ്മുടെ അണ്ടർ. ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പിന്നെ മാറുന്നുണ്ടോ? പൊസിഷൻ മാറുന്നുണ്ടോ? ടീമിൽ ഗ്രോത്ത് വരുന്നുണ്ടോ? ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചിട്ടോ വർക്കിനനുസരിച്ചിട്ടോ നമുക്ക് റിസൾട്ട് വരുന്നില്ല. എന്തുകൊണ്ട്? അതിനെന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ഇതാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം. കാരണം കഴിഞ്ഞ ഒരു 6 കൊല്ലത്തിനിടയിൽ വർക്ക് ചെയ്യാത്ത ആരും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവരുടേതായ രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാ. അപ്പൊ പലപ്പോഴും പല ആൾക്കാരും വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, സാറേ വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഓടാത്ത സ്ഥലങ്ങളില്ല, അങ്ങോട്ട് ഓടുന്നുണ്ട്, ഇങ്ങോട്ട് ഓടുന്നുണ്ട്, ചിലപ്പോൾ ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ പോകുന്നുണ്ട്, അവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിൽ കാര്യമായിട്ടുള്ള ഒരു വർധനവോ അല്ലെങ്കിൽ ഒരു ഗ്രോത്തോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്? എങ്ങനെയാണ് നമുക്ക് അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുക? ഇതാണ് ഇന്നത്തെ സെഷനിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ സെഷന്റെ പേര് വേറൊന്നുമല്ല, വേർ ആർ ദ റിസൾട്ട്സ്. എവിടെയാണ് നമ്മുടെ റിസൾട്ട്സ്? നമ്മൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം, നമ്മുടെ ടീം അംഗങ്ങൾക്ക് അറിയാം, നമ്മുടെ ലീഡേഴ്സിനൊക്കെ അറിയാം. പക്ഷെ വൈ ദ റിസൾട്ട് ഈസ് നോട്ട് കമ്മിങ്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലൊരു റിസൾട്ട് എന്തുകൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? അപ്പൊ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കീ പോയിന്റുകൾ ഉണ്ട്. ആ കീ പോയിന്റിലേക്കാണ് അടുത്ത കുറച്ച് സമയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ശ്രദ്ധ കൊണ്ടുവരണമെങ്കിൽ എനിക്ക് മനസ്സിലാവണം നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത്. ഈ സൂമിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിയില്ല. അറിയണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ വീഡിയോ ഓൺ ആക്കി ഇടണം. അപ്പൊ ഇപ്പോഴത്തെ ഒരു ടൈമില് നിങ്ങൾ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ വീഡിയോ ഓൺ ആക്കി ഇടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. സോ ഓൺ ആക്കാൻ പറ്റുന്നവർ എന്തായാലും ഓൺ ആക്കുക. ലൈക്ക് ഇഫ് യു ഹാവ് ആൻ ഓപ്ഷൻ, നിങ്ങൾക്ക് ഓൺ ആക്കാനുള്ള ഒരു അവസരമുണ്ട്, പക്ഷെ ഞാനത്ര റെഡി അല്ല അല്ലെങ്കിൽ ഞാനത്ര ഒരുങ്ങി ഇരുന്നിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നോ പ്രോബ്ലം, അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് ഏതൊരു പ്രോഗ്രാമിനും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. സോ ഓൺ ആക്കാൻ പറ്റുന്നവർ ഓൺ ആക്കുക. അല്ലാത്തവർ എന്ത് ചെയ്യുക? നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് എന്നോടൊന്ന് പറഞ്ഞാൽ മതി. കാരണം അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ ആളില്ലാത്ത ഒരു വേദിയിൽ ഞാൻ സംസാരിക്കുന്ന പോലെ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഫീല് വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്നതിന്റെ മാക്സിമം എനിക്ക് തരാൻ പറ്റാതെ ആവുകയും ചില ആശയങ്ങൾ ക്ലിയർ ആവാതിരിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ഫിസിക്കലി പ്രസന്റ് ആണെന്ന് ഞാൻ എങ്ങനെ അറിയാം? നിങ്ങളുടെ ഒരു യെസ് മതി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ. നിങ്ങളുടെ ഒരു യെസ് മതി എനിക്ക് എനിക്ക് നിങ്ങൾക്ക് തരേണ്ട ആ ഊർജം തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ യെസ്, ഒരുപാട് പേര് ഇവിടെ പ്രസന്റ് ആണ്. നിങ്ങൾ ഫിസിക്കലി പ്രസന്റ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് വീഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പൊ വീഡിയോയിൽ വന്നവർക്ക് എന്തായാലും എല്ലാ രീതിയിലുള്ള അഭിനന്ദനങ്ങളും ഞാൻ ഈ ഒരു അവസരത്തിൽ നേരെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കാര്യം പറഞ്ഞ് ആ കാര്യത്തെ പറ്റി രണ്ടാമത് ചിന്തിക്കാതെ തന്നെ നമ്മളിത് ഏറ്റെടുത്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ലൊരു ലീഡേഴ്സ് ആയിട്ട് മാറുക. അപ്പോ നിങ്ങൾ എല്ലാവരും നല്ല ലീഡേഴ്സ് ആണെന്നുള്ള ഉത്തമ ഉദാഹരണമാണ്. ഒരു കാര്യം ചോദിച്ചു, അത് അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു എന്നുള്ളത്. സോ വേർ ആർ ദ റിസൾട്ട്സ്? നമ്മുടെ റിസൾട്ട്സ് ഒക്കെ എവിടെ പോയി? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സക്സസ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. നമ്മളെല്ലാവരും ഇതിലേക്ക് വരുന്നത് സക്സസ് ആവാൻ വേണ്ടിയിട്ട്, അതിലൊരു സംശയമില്ല. പക്ഷെ ഇതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എംബ്രേസ് ചെയ്യണം. എംബ്രേസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം. ഇത് ഇന്ന് വന്ന് നാളെ ഓവർനൈറ്റിൽ നിങ്ങൾ ഒരു സെൻസേഷൻ ആവുന്ന ഒരു സംവിധാനം അല്ല. സക്സസ് ഈസ് നോട്ട് സംതിങ് യു അച്ചീവ്, കോൺകർ, ക്ലൈംബ് ഓർ കംപ്ലീറ്റ്. സക്സസ് ഈസ് എ പ്രോസസ്, ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. അതൊരു ജീവിത രീതിയാണ്. അപ്പോ ഞാനിപ്പോ ഇതിലേക്ക് വന്ന് നന്നായിട്ട് പ്രവർത്തിച്ച് നല്ലൊരു ലെവലിലേക്ക് എത്തി, എനിക്കൊരു അച്ചീവ്മെന്റ് കിട്ടി. ആ അച്ചീവ്മെന്റ് സത്യം പറഞ്ഞാൽ എനിക്ക് യാതൊരു തരത്തിലുള്ള മോട്ടിവേഷനോ അല്ലെങ്കിൽ എന്റെ കൂടെ വരുന്ന ആൾക്കാർക്ക് ഒരു പ്രചോദനമോ കാര്യങ്ങളോ ഒന്നും തരില്ല. ശരിക്കും പറഞ്ഞാൽ എന്താണ് പ്രചോദനം മറ്റുള്ളവർക്ക് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വന്ന സ്റ്റോറി, ഞാൻ വന്ന പ്രോസസ്സ്, ആ പ്രോസസ്സ് സ്റ്റേജിൽ കയറി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ വരും, ഇത്രയും ബുദ്ധിമുട്ടുകളും ഇത്രയും കഷ്ടതകളും ഞാൻ തരണം ചെയ്തിട്ടാണ് ഇന്ന് നിൽക്കുന്ന ലെവലിലേക്ക് എത്തിയെന്നുള്ളതാണ് എനിക്ക് ഇത് തരുന്നത്, ഒരു റിസൾട്ട് തരുന്നത്. ഇതേ കാര്യം തന്നെയാണ് എൻ്റെ ടീം അംഗങ്ങൾക്കും കിട്ടുക. അവർ കാണുന്നത് ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് ആ ട്രോഫി മേടിക്കുന്നതല്ല. ആ സ്റ്റേജിൽ കയറി ട്രോഫി മേടിക്കുന്നതിനേക്കാളും മുന്നേ ഞാൻ കടന്നുപോയ പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്? അവരെ ഇൻസ്പയർ ആവുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, സക്സസ് ഈസ് എ പ്രോസസ്. ഈ പ്രോസസ്സിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നുപോയേ പറ്റൂ. ആർ സി എം സിസ്റ്റത്തിനെ സംബന്ധിച്ച്
നമുക്കൊരു പ്രോസസ്സ് റെഡിയാക്കി തന്നിട്ടുണ്ട്. ആ പ്രോസസ്സിലൂടെ കടന്നു പോവാത്ത ഒരു വ്യക്തിയും ഞാൻ പറയുന്നു വിജയിക്കില്ല. എന്താണ് നമ്മുടെ പ്രോസസ്സ്? 21 ചവിട്ടുപടികളാണ് നമ്മുടെ പ്രോസസ്സ്. ആ പ്രോസസ്സ് ആര് നിരന്തരമായിട്ട് ചെയ്യുന്നുവോ, അതില് 7 കാർഡിനാൽസ് ആര് ചെയ്യാതിരിക്കുന്നുവോ, അവരാണ് വിജയപാതയിലേക്ക് എത്തുക. സോ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? എംബ്രേസ് ചെയ്യണം. എംബ്രേസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾക്കൊള്ളണം. എല്ലാ പ്രോസസ്സുകളും അതിൻ്റെതായ ഒരു സമയമെടുക്കും. ചിലപ്പോൾ നിങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് സ്റ്റാർ പ്ലാറ്റിനം അച്ചീവറിലേക്ക് എത്തിയാലും ചിലപ്പോൾ 8 മാസം കൊണ്ട് യു ബിക്കേം എ സ്റ്റാർ പ്ലാറ്റിനം. പക്ഷെ ടെക്നിക്കൽ ആവാൻ നിങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കുകയാണ്. ഡോണ്ട് വറി, ഡോണ്ട് പാനിക്, ഇറ്റ് ഈസ് എ പ്രോസസ്. ആ പ്രോസസ്സിലൂടെ കടന്നു പോയി തീർച്ചയായിട്ടും നിങ്ങൾ അവിടേക്ക് എത്തും. പക്ഷേ ചില പ്രോസസ്സുകൾ കുറച്ചധികം സമയമെടുക്കും. നമ്മൾ ജിമ്മിൽ പോയി അടുത്ത ദിവസം തന്നെ അവിടുത്തെ ആശാനോട് നമുക്ക് പറയാൻ പറ്റില്ല, ആശാനെ ഞാൻ ഇന്നലെ വന്നു, ഇന്നും വന്നു, ഇനി നാളെയും കൂടി ഞാൻ വരും, അതിനുള്ളിൽ എനിക്ക് 6 പാക്ക് വന്നില്ലെങ്കിൽ ഞാൻ പരിപാടി നിർത്താണ്. നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് ഈസ് എ പ്രോസസ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ആ പ്രോസസ്സിനിടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ബോറടിക്കും. ആ പ്രോസസ്സിനിടയിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് പേരുമായിട്ട് നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. ആ പ്രോസസ്സിനിടയിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ജിമ്മിൽ പോയി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമുള്ള പരിപാടിയൊന്നുമല്ല. പക്ഷേ അവിടെ ചെന്ന് നമ്മുടെ ഗോളിനെ നമ്മൾ ഓരോ ദിവസം ഓർത്തോർത്ത് ഇതൊരു പ്രോസസ് ആണെന്ന് മനസ്സിലാക്കി വീണ്ടും 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 നിർത്താതെ മുടങ്ങാതെ മടിയില്ലാതെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്താവുന്നത്? നമ്മുടെ ശരീരത്തിൽ മസിലുകൾ ഡെവലപ്പ് ആവുകയും അത് നല്ല ഭംഗിയിലൂടെ നല്ല അറേഞ്ച്ഡ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ വരികയും നമ്മൾ നല്ലൊരു ഫിറ്റ് വ്യക്തിയായിട്ട് മാറുന്നത്. റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ. അതായത് റോം എന്ന രാജ്യം ഒറ്റ ദിവസം കൊണ്ട് പടുത്തുയർത്തിയ രാജ്യമൊന്നല്ല. അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും കൂടുതൽ. ഏത് ജോലിയും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, അതിൽ ഇഷ്ടമുള്ളതും ഉണ്ട്, ഇഷ്ടമില്ലാത്തതുണ്ട്. ഇഷ്ടമുള്ളത് വളരെ കുറച്ചുണ്ടാവുള്ളൂ. ഇഷ്ടമില്ലാത്ത, അതായത് നമ്മളെ കസേരയിൽ നിന്ന് എണിപ്പിക്കുന്ന, നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിരന്തരമായിട്ട് ഒരു മുടക്കം കൂടാതെ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? നമ്മൾ വിചാരിച്ച സക്സസിലേക്ക് നമ്മൾ എത്തുള്ളൂ. ഇപ്പൊ രാവിലെ നേരത്തെ എണീക്കണം എന്ന് നമ്മളൊരു തീരുമാനം എടുത്തു. കുറെ കൊല്ലങ്ങളായിട്ട് 7 മണി 8 മണി ആയിട്ട് എണീക്കുന്ന നമുക്ക് 5:30 എണീക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. ആ ഒരു 5:30 എണീക്കാൻ ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് എന്താണ്? രാത്രി നേരത്തെ, എത്ര നേരത്തെ കിടക്കാൻ പറ്റുന്നോ അത്ര നേരത്തെ കിടക്കുക, എന്നിട്ട് 5:30 രാവിലെ എണീക്കാന്ന ആ പ്രോസസ്സ് കൈ എന്താ പറയാ, അത് കൈവരിക്കാൻ വേണ്ടി കുറച്ച് ടൈം നമുക്ക് വേണ്ടി വരും. ആ ടൈമിന് എന്ത് ചെയ്യുക? നമ്മൾ റെസ്പെക്ട് ചെയ്യുക. സോ സക്സസ് ഈസ് എ പ്രോസസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ പ്രോസസ്സിലൂടെ നമ്മൾ നമ്മളെ കടത്തി വിടുക. നമ്മളായിട്ട് ഒരു പ്രോസസ്സ് ഉണ്ടാക്കരുത്. നമ്മളായിട്ട് ഒരു പ്രോസസ്സ് ഉണ്ടാക്കരുത് എന്ന് വെച്ചാൽ സിസ്റ്റത്തിനെതിരെ നിൽക്കുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ഉണ്ടാക്കരുത്. 6 ബേസിക്സ് പറയുന്നുണ്ടോ? ആ 6 ബേസിക്സ് നമ്മൾ ചെയ്യുക. 8 കോർ സ്റ്റെപ്സ് പറയുന്നുണ്ടോ? നിങ്ങൾ നല്ലൊരു ലീഡറായി മാറുമ്പോൾ 8 കോർ സ്റ്റെപ്സ് പാലിക്കുക. അതേപോലെ 7 കാർഡിനാൽസ് പറയുന്നുണ്ടോ? അത് ചെയ്യാതിരിക്കുക. അത്രയേ ഉള്ളൂ. ആ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുക? മാനിക്കുക, അത് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ടീമില് നിങ്ങളുടെ ഗ്രോത്തിനും നിങ്ങളുടെ ടീമിന്റെ ഗ്രോത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക. എന്താണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സുകൾ? നമ്മുടെ ടീമിൽ ആഴ്ച തോറും എത്ര ഹോം മീറ്റിംഗ് നടക്കുന്നുണ്ട്, എത്ര ജോയിനിങ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്, പുതിയ ഡിസ്പ്ലേ ബോർഡുകൾ ഒരു മാസത്തിനുള്ളിൽ എത്ര വരുന്നുണ്ട്. ഇതൊക്കെ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലൂടെ നമ്മൾ അവരെയും കൂടി എന്ത് ചെയ്യണം? കൊണ്ടുപോകണം. അപ്പൊ ഇതിനെയൊക്കെ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു വിജയവും കുറച്ച് താമസം എടുക്കും. ആ താമസം വേറെ ഒന്നും കൊണ്ടുമല്ല, ആ പ്രോസസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒരു തോന്നൽ വരും, ഞാൻ എന്തുകൊണ്ട് ഗോൾഡ് ആവുന്നില്ല, ഞാൻ എന്തുകൊണ്ട് സ്റ്റാർ ഗോൾഡ് ആവുന്നില്ല, എന്തുകൊണ്ട് ഞാൻ ടെക്നിക്കൽ ആവുന്നില്ല. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വരും. ബിക്കോസ് യു ആർ ഗോയിങ് ത്രൂ ദാറ്റ് പ്രോസസ്. ആ പ്രോസസ്സിൽ റിഫൈൻ ആയി ആ ഒരു പൊസിഷന് ഏറ്റവും യോഗ്യമായ സമയത്ത് നിങ്ങൾ അവിടേക്ക് എത്തും. പക്ഷെ അതിന് പാനിക് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ റിസൾട്ട് തരുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ 21 സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും? അത് നിങ്ങൾക്ക് റിസൾട്ട് തരും. പക്ഷേ അത് എന്തുകൊണ്ട് സമയം എടുക്കുന്നു എന്ന് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാരെ 21 സ്റ്റെപ്സിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവില്ല. അവിടെ നമ്മൾ ഇത്തിരി ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യു വിൽ ബി ഇൻ സക്സസ്. ഇനി ഒരു പൊസിഷൻ എത്തി, ആ പൊസിഷൻ എത്തിയോണ്ട് നിങ്ങൾ സക്സസ് ആവില്ല. കാരണം സക്സസ് എന്ന് പറയുന്നത്, ടോണി റോബിൻസ് പറയുന്ന ഒരു കാര്യം, ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. അത് നിങ്ങളുടെ എന്താ പറയുക, ജീവിത രീതിയാണ്. 21 സ്റ്റെപ്പ് ഞാൻ ഫോളോ ചെയ്തു, ഞാൻ ടെക്നിക്കലായി, പിന്നെ അതിന്റെ അർത്ഥം അത് ഫോളോ ചെയ്യേണ്ടെന്നല്ല. അത് നിരന്തരമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം സക്സസ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാര്യത്തിനെ മാത്രം ആധാരമാക്കാൻ നമുക്ക് പറ്റില്ല. നല്ലൊരു ഉയർന്ന പൊസിഷനിലേക്ക് ഒരാൾ എത്തി, ലൈക്ക് ഇപ്പൊ ഒരു ബാങ്കില് ഏറ്റവും ഹയസ്റ്റ് ലെവൽ, ഇപ്പൊ ക്ലസ്റ്റർ ലെവൽ മാനേജർ ആണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ വരുന്നത്. അതായത് ഒരു ഏരിയയിലെ മൊത്തം കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ഒരാൾ.
ഈ ക്ലസ്റ്റർ ലെവൽ മാനേജ്മെന്റിലേക്ക് അല്ലെങ്കിൽ മാനേജറായിട്ട് ഇയാളെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ വിചാരിക്കുകയാണ് ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, എന്റെ ടീമിന്റെ കാര്യം നോക്കണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആദ്യത്തെ കൊല്ലം കമ്പനി വിചാരിക്കും കുഴപ്പമില്ല. രണ്ടാമത്തെ കൊല്ലം നോക്കുമ്പോൾ അയാളുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ടീമിലെ ആൾക്കാരുടെ ടാർഗറ്റ് എത്തിക്കാൻ സഹായിക്കുന്നില്ല. മൂന്നാമത്തെ കൊല്ലാവുമ്പോൾ ടീമിൽ വളർച്ചയില്ലാത്തതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, അയാളെ പിരിച്ചുവിടും. അപ്പൊ ഇത് ഇവിടെ പ്രാവർത്തികമല്ല, ഇവിടെ നമുക്ക് പോസിബിൾ അല്ല, കാരണം ഒരാളെ നമ്മൾ പിരിച്ചുവിടില്ല. പക്ഷേ നമ്മുടെ സക്സസ് ഒരു നിശ്ചിത സ്ഥലത്ത് മാത്രം ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കൂടെ വന്ന ആൾക്കാർക്ക് ഒരു കാര്യം മനസ്സിലാവും, അയാളുടെ ലെവലിലേക്ക് എത്തി, ഞങ്ങളെ സഹായിക്കുന്നില്ല, ഞങ്ങൾ എന്നാ ഇതിന്ന് പിൻവാങ്ങുകയാണ്, അല്ലെങ്കിൽ വേറെ ഇതിലേക്ക് പോവാണെന്നുള്ളത് അവരൊരു തീരുമാനം എടുക്കും. സോ സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ കാര്യമല്ല. എസ്പെഷ്യലി നിങ്ങൾ RCMലേക്ക് വരുമ്പോൾ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടീമിന്റെ വിജയം കൂടിയാണ് സക്സസ്. സോ ഈ ഒരു പ്രോസസ്സിലൂടെ 21 സ്റ്റെപ്സിലൂടെ നിങ്ങളുടെ ടീം അംഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. കൊണ്ടുപോയാൽ മാത്രമേ അവരുടെ കറക്റ്റ് ആയിട്ടുള്ള എത്തേണ്ട സ്ഥലത്തേക്ക് അവര് കൃത്യമായ സമയത്ത് നമുക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. സോ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, സക്സസ് ഈസ് എ പ്രോസസ്. ആ പ്രോസസ് എന്ത് ചെയ്യാം, നമ്മൾ ബിൽഡ് ചെയ്യുക, ആ പ്രോസസ് എന്ത് ചെയ്യാം, നമ്മൾ ഫോളോ ചെയ്യാം. രണ്ടാമത്തെ കാര്യമാണ് ബിലീഫ് സിസ്റ്റം. നമുക്ക് ഈ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒന്നാണ് ബിലീഫ് സിസ്റ്റം. ഞാൻ ഈ അടുത്ത് ആലുവയിൽ വെച്ചിട്ട് സുരാഗ് സാറിന്റെ ഒരു കോൺഫിഡൻസിന്റെ ഒരു ക്ലാസ്സിനെ പറ്റി ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കുഞ്ഞു കുട്ടിയോട് നമ്മൾ പറയാണ് ഈ ചുമര് നീ കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി രണ്ടാമത് ചിന്തിക്കില്ല ഇത് കയറാൻ പറ്റൂ ഇല്ലെന്നൊന്നും ചിന്തിക്കില്ല. ആ കുട്ടി ഓടി കയറാൻ നോക്കും, ചിലപ്പോൾ അവിടുന്ന് വീഴും, പക്ഷെ വീണ്ടും ശ്രമിക്കും, വീണ്ടും വീഴും, വീണ്ടും ശ്രമിക്കും, വീണ്ടും വീഴും. എന്തുകൊണ്ടാണ് ആ കുട്ടി അത് വീണ്ടും നിരന്തരമായിട്ട് ട്രൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ ആ കുട്ടിയുടെ ഉള്ളിൽ ഇല്ല. ആ കുട്ടിയുടെ പ്രായവും ആ കുട്ടിയുടെ ഊർജ്ജം അനുസരിച്ച് അതൊക്കെ എനിക്ക് ചെയ്യാലോ എന്നൊരു മനോഭാവമാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ആ കുട്ടിയുടെ മനോഭാവത്തിൽ നിങ്ങൾക്ക് RCM ബിസിനസിനെ കണ്ടുവിടാം. അടുത്ത മാസം ഗോൾഡ് ആവാൻ പറ്റുമോ? അടുത്ത മാസം ഗോൾഡ് ഒന്നും അത്ര നടപടിയാവുന്ന കാര്യമല്ല. ഇത് നമ്മളോട് പറയുമ്പോ ഈ തലച്ചോറ് ഇത് കേൾക്കാണ്. അപ്പൊ ആ തലച്ചോറ് പറയാ ഇവനെ കൊണ്ട് പറ്റില്ല എന്നാ പറഞ്ഞു. പിന്നെ ഇപ്പൊ ഞാൻ എന്തിനാ എന്റെ ശരീരത്തിന്റെ ഊർജ്ജമൊക്കെ കളഞ്ഞ് ഇവനെ കൊണ്ട് അത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു? ഇവൻ തന്നെ പറയുന്നുണ്ട് എന്തില്ല, പറ്റുന്നില്ല. നമ്മളൊരു മീറ്റിങ്ങിന് ചെല്ലുന്നു, ഗിരീഷ് സാറ് പറയുന്നു തീരുമാനം എടുക്കണം എന്ന് പറയുന്നു. നമ്മളൊരു തീരുമാനം എടുക്കും, 5 ദിവസം കഴിഞ്ഞിട്ട് ആ തീരുമാനം പോകും. ബിലീഫ് സിസ്റ്റം ഇപ്പോ ഇന്റർനെറ്റ് പോയി, വൈഫൈ സിസ്റ്റം പോയി, ഞാൻ വിചാരിക്കുകയാണ് ഇനി ഇതൊന്നും വരില്ല, ഇനിയിപ്പോ ഇത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ എന്ത് സംഭവിക്കും, എന്റെ തലച്ചോറ് എന്നെ പ്രിപ്പയർ ചെയ്യും, ഇനിയിപ്പോ നീ കാര്യമായിട്ടൊന്നും എഫേർട്ട് ഇടണ്ട, അത് പോയി കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. പക്ഷെ ഇത് നെറ്റ് പോയ ഉടനെ എന്റെ ബിലീഫ് സിസ്റ്റം എന്ന് വെച്ചാൽ അതിപ്പോ തന്നെ വരും എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് ഈ സിസ്റ്റത്തിനെ പ്രതിയും ഇതിന്റെ എന്താ പറയാ പ്രോസസ്സിനെ പ്രതിയും നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാരെ പ്രതിയും നിങ്ങളുടെ അപ്ലൈനെ പ്രതിയും നിങ്ങളെ പ്രതിയും എന്ത് വേണം, ഒരു ബിലീഫ് സിസ്റ്റം വേണം. ഈ ബിലീഫ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അടുത്ത പിന്നിലേക്ക് പോവാത്തത്. എ മാഗ്നറ്റൈസ്ഡ് പീസ് ഓഫ് അയൺ വിൽ ലിഫ്റ്റ് അബൌട്ട് 12 ടൈംസ് ഓഫ് ഇറ്റ്സ് ഓൺ വെയിറ്റ്. അതായത് ഒരു സാധാരണ ലോഹം, ആ ലോഹത്തെ നമ്മൾ അതിന്റെ മാഗ്നറ്റൈസിങ് പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും 12 മടങ്ങ് വെയിറ്റ് ഉള്ള സാധനങ്ങളെ അതിനെടുക്കാൻ പറ്റുന്ന പറയാം, ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാ പറയാം. പക്ഷെ അതേ ലോഹത്തെ തന്നെ നമ്മൾ ഡീമാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തൂവൽ പോലും അതിനെടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഇത്രയും പവർ എന്തുണ്ട് നമ്മുടെ ഉള്ളില് ഉണ്ട്. നമ്മൾ അതിനെ ശരിയായ രീതിയിൽ നമ്മുടെ ബിലീഫ് കൊടുക്കുന്നില്ലാത്തതുകൊണ്ടാണ് അതൊന്നും നേടിയെടുക്കാൻ സാധിക്കാത്തത്. നമ്മൾ അനവധി ഇൻസിഡൻസ് അല്ലെങ്കിൽ സന്ദർഭങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നും ഇതെങ്ങനെ പോസിബിൾ ആയിരിക്കും. കാരണം ജപ്പാനില് ഒരു വലിയൊരു എർത്ത് വന്ന സമയത്ത്, ഭൂചലനം ഉണ്ടായ സമയത്ത് ഒരു കാറിന്റെ അടിയിലേക്ക് ഒരു കുട്ടി ട്രാപ്പായി. ആ ട്രാപ്പായ സമയത്ത് അവിടെ രക്ഷിക്കാൻ ആരുമില്ല, കാരണം എല്ലാവരും ജീവനും കൊണ്ട് ഓടുക. ഒരു അമ്മ, ആ അമ്മയ്ക്ക് അത്ര ഓവർ വെയിറ്റോ അല്ലെങ്കിൽ ഒരുപാട് മസിലുള്ള ഒരു അമ്മയൊന്നല്ല. പക്ഷെ പറയുന്നത് ഇതാണ്, ആ അമ്മ ആ സമയത്ത് ആ കാറ് പൊക്കി എന്നുള്ളതാ കുട്ടീനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ആ അമ്മയുടെ ആ ഒരു ഹീറോയിക് ആക്ട് ആണ് പിന്നീട് അമേരിക്ക കണ്ട ഏറ്റവും വലിയൊരു കോമിക്സിലെ കഥാപാത്രമായ ഹൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആചാനബാഹുവാണ്. ആ ഹൾക്കിലേക്ക് മോട്ടിവേഷൻ ആയത് ആ അമ്മയുടെ കഥയാണ്. അപ്പൊ അമ്മയ്ക്ക് കാർ എടുക്കാൻ പറ്റുമോ? ഒരു നോർമൽ സെൻസിൽ പറ്റില്ല. പക്ഷെ ആ സമയത്ത് അവരുടെ ഉള്ളില് ഒരു വിശ്വാസം വന്നു. കാരണം എന്താ, ഒരു അർജൻസി വന്നു, ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളത്. ആ ബിലീഫാണ് അവരെ കൊണ്ട് ആ കാർ എടുപ്പിച്ച്, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതേപോലെ നമ്മുടെ ഉള്ളിൽ എന്ത് വേണം, ഒരു സ്ട്രോങ് ആയിട്ടുള്ള അൺഷേക്കബിൾ ആയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം വേണം. എന്നെ കൊണ്ട് പറ്റും. അടുത്ത മാസം ടെക്നിക്കൽ ആവാൻ പറ്റുമോ?
പ്രാക്ടിക്കൽ സെൻസിൽ ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കൽ, നിങ്ങൾ സ്റ്റാർ പ്ലാറ്റിനാണ്, നിങ്ങൾ എന്താ പറയുക 3 മാസം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം നിങ്ങൾക്ക് ആവാൻ പറ്റും. അത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതിൽ നമുക്കൊരു വിശ്വാസം കൊണ്ടെത്തിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. പറ്റുമോ ചോദിച്ചാൽ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റണം. എല്ലായ്പ്പോഴും നിങ്ങൾ വിചാരിക്കുന്ന പോലെ റിസൾട്ട് അവിടെ വന്നോണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, താന്നു പോകാൻ വേണ്ടിയിട്ട് പാടില്ല. ബിലീഫ് സിസ്റ്റം, ഇതിനപ്പുറം വേറെ ഒന്നും ഇല്ല എന്നുള്ളൊരു രീതിയിൽ വേണം നമ്മൾ RCMനെ നോക്കി കാണാൻ വേണ്ടിയിട്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ ചിന്തിക്കുന്ന കാര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ വിചാരിച്ച ഒരു ലെവലിലേക്കൊന്നും ഇതിൽ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ ഇന്നലെ ഞാനൊരു സുഹൃത്തായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞാൻ പെയിന്റ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ആള് മെമ്പറാണ്, സാധനങ്ങളൊക്കെ നമ്മുടെ നിന്ന് മേടിക്കുക. അപ്പൊ ആൾ എന്നോട് പറഞ്ഞ കാര്യം, പ്രോസസ്സ് മടുത്തു തുടങ്ങി, ഒന്നും എക്സൈറ്റിംഗ് ആയിട്ടൊന്നും ചെയ്യാനില്ല, ഈ ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ വേറൊരു ഇതിലേക്ക് പോയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. പക്ഷെ എന്തിലേക്ക് പോകും, എന്റെ ഇത്രയും പാക്കേജ് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നീ RCMലേക്ക് വാന്ന് പറഞ്ഞു. അപ്പൊ ആൾ ഇനിഷ്യലി പറഞ്ഞ കാര്യം, അതിൽ വരുമാനം തുടക്കത്തിൽ കുറവല്ലേ. ഞാൻ പറഞ്ഞു ആരാ പറഞ്ഞ തുടക്കത്തിൽ കുറവാന്ന്, നീ എത്ര എഫേർട്ട് ഇടുന്നു അതിനുള്ള വരുമാനം എന്തായാലും കിട്ടും. നീ ഇപ്പോ ഒരു മാസം നീ എന്താ പറയുക നിന്റെ പ്രവർത്തന മേഖലയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ നിശ്ചയിച്ചിരിക്കുന്നത് ആ വരുമാനം മാത്രമേ നിനക്ക് കിട്ടുള്ളൂ. പക്ഷെ RCMൽ അങ്ങനെയല്ല. നിനക്ക് വേണമെങ്കിൽ ഒരു മാസം കൊണ്ട് വേണമെങ്കിൽ നിനക്ക് 1 ലക്ഷം ഉണ്ടാക്കാം, നിങ്ങൾ സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് ആക്കാം. പക്ഷെ അത് നിന്റെ കയ്യിലിരിക്കും. അപ്പൊ ആ ബിലീഫ് സിസ്റ്റം അവന്റെ ഉള്ളിൽ ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ആ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള ബിലീഫ് സിസ്റ്റം ആണ് നമ്മളെ അടുത്ത പൊസിഷനിലേക്കോ അല്ലെങ്കിൽ അടുത്ത പിന്നിലേക്കോ ഇതാവുക. ഇത്ര ആലോചിച്ചാൽ മതി, നമ്മളൊരു ലോഹാണ്. അതിന് ശരിയായിട്ട് നിങ്ങൾ മാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെക്കാളും 10 ഇരട്ടി വെയിറ്റ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതൊരു സത്യമാണ്. നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ പറ്റിയിട്ട് നമുക്ക് തന്നെ വേണ്ട രീതിയിൽ അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിൽ വർക്ക് ചെയ്യാത്തത്. സോ മേക്ക് യുവർ ബിലീഫ് സിസ്റ്റം അൺഷേക്കബിൾ. എന്ത് പ്രതിസന്ധി വന്നാലും കുലുങ്ങാത്ത രീതിയിലായിരിക്കണം. ഇപ്പോ മൂർത്തി സാർ ആയിക്കോട്ടെ, ഗിരീഷ് സാർ ആയിക്കോട്ടെ, രാജൻ സാർ ആയിക്കോട്ടെ, ബിനു സാർ ആയിക്കോട്ടെ, കേരളത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ഏത് ലീഡേഴ്സിനും നിങ്ങൾ നോക്കിക്കോളൂ, അവരുടെ ബിലീഫ് സിസ്റ്റം നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ. അസാധാരണ തലത്തിലുള്ള ഒരു ബലം അതിലുണ്ടായിരിക്കും. കാരണം എന്താ, എന്തൊക്കെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ അവിടെ കടന്നു പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ RCM പൂർണ്ണ ശക്തിയോടുകൂടി തിരിച്ചു വരും എന്നുള്ള വിശ്വാസം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആ വിശ്വാസം ആദ്യം ചെല്ലുന്നത് എവിടേക്കാ, ബ്രെയിനിലേക്കാണ്. ആ ബ്രെയിൻ ആ കാര്യത്തെ ഫീഡ് ചെയ്യും. പിന്നെ ബ്രെയിൻ നമുക്ക് നൽകുന്ന ഒരു റൂട്ട് മാപ്പ് ഉണ്ട്, അത് ആ വിശ്വാസത്തെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പൊ അത് എവിടേക്കുള്ളതായിരിക്കും, അത് വിജയത്തിലേക്കുള്ളതായിരിക്കും. സോ ബിലീഫ് സിസ്റ്റം നിങ്ങളുടെ ഇത്രയും സ്ട്രോങ് ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ കുലുങ്ങാൻ പാടില്ല. എന്ത് രീതിയിലും ഏത് രീതിയിലും അത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ബാധിക്കാൻ പാടില്ല. നിങ്ങളോട് ഒരു ടാർഗറ്റ് നിങ്ങളുടെ ലീഡർ പറയാണ്, ഇനി തൊട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് നിങ്ങൾ RCMനെ പറ്റി പോസ്റ്റ് ചെയ്യണം. അതായത് നിങ്ങളുടെ ടെസ്റ്റിമോണിയലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വന്ന ആരുടെയെങ്കിലും ടെസ്റ്റിമോണിയലോ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. നിങ്ങൾ 1-2 വീഡിയോ എടുത്തു, ആ വീഡിയോ ഇട്ടതിന് ശേഷം കുറച്ച് പേര് നെഗറ്റീവ് കമന്റ് അടിച്ചു. ആ കമന്റ് അടിച്ചോട് കൂടിയിട്ട് നമ്മുടെ കാറ്റ് പോയി. നമ്മൾ പിന്നെ വിചാരിച്ചു എന്തിനാ വെറുതെ ഞാൻ ഈ ട്രോള് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇതിടണമെന്ന് വിചാരിച്ച് നമ്മൾ പിൻവാങ്ങുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം സ്ട്രോങ് അല്ല. കാരണം 4 പേര് RCMനെ പറ്റി മോശമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ അതിൽ 5-ാമത്തെ ആളായിട്ട് മാറും. അപ്പൊ അതിന്റെ അർത്ഥം അത്ര ബിലീഫ് സിസ്റ്റേ ഉള്ളൂ. പക്ഷെ 4 പേര് പറഞ്ഞോട്ടെ, അവർക്ക് അതിനെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ടല്ലേ. എനിക്ക് ബോധ്യമുണ്ട്, ഞാൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ ഇതിന്റെ എന്താ പറയുക സർട്ടിഫൈഡ് ആയിട്ടുള്ള അസോസിയേറ്റ് ബയ്യർ ആണെന്ന് പൂർണ്ണ വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് ആൾക്കാർ പെട്ടെന്ന് നെഗറ്റീവ് ആവുന്നതെന്ന് വെച്ചാൽ അവർക്ക് അവരിൽ വിശ്വാസമില്ല, അവർക്ക് ഈ സിസ്റ്റത്തിൽ വിശ്വാസമില്ല. ഈ സിസ്റ്റത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അവർ നെഗറ്റീവ് ആവേണ്ട ആവശ്യമില്ല. ഒരു 4 സ്ഥലത്ത് പോയി നോ പറഞ്ഞു, അപ്പൊ അവർ വിചാരിക്കുകയാണ് ഓ ഈ പ്രൊഡക്റ്റ് ഒന്നും വിറ്റ് പോവില്ല, അല്ലെങ്കിൽ ഇതൊന്നും നടപടി ആവുന്ന കാര്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, യൂസഫ് അലിയോടും ആരെങ്കിലും ഒക്കെ ഒരാൾ നോ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടാവും, ശരിയല്ലേ? ഇന്ന് സമ്പന്നരായ പട്ടികയിലുള്ള ഓരോ വ്യക്തികളോടും ആൾക്കാർ നോ പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന് KFCയുടെ മുതലാളിയായിട്ട്, ഇപ്പൊ അദ്ദേഹം ഭൂമിയിലില്ല, പക്ഷെ KFC 62-ാമത്തെ വയസ്സിൽ തുടങ്ങിയ വ്യക്തി ജോൺ സാൻഡേഴ്സ് എന്ന് പറഞ്ഞ വ്യക്തിയോട് എത്ര പേര് നോ പറഞ്ഞു. അദ്ദേഹത്തിന്റെ 13 ബിസിനസ് ഐഡിയകൾ ആൾക്കാർ റിജക്ട് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അസാധാരണ തലത്തിൽ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടായിരുന്നു, ഞാൻ എങ്ങനെയെങ്കിലും വിജയിക്കുന്നത്. ആ ബിലീഫ് സിസ്റ്റമാണ് അദ്ദേഹത്തെ 62-ാമത്തെ വയസ്സിൽ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന KFC എന്ന് പറഞ്ഞ വലിയൊരു ഫ്രാഞ്ചൈസിന്റെ തലവനാക്കിയിട്ട് മാറ്റിയത്. അപ്പൊ ബിലീഫ് സിസ്റ്റം നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും ശക്തമായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാർക്കും അതിന്റെ ഒരു എസൻസ് കിട്ടണം. അവര് വരുമ്പോൾ അവർക്ക് മനസ്സിലാവണം ഇദ്ദേഹത്തിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും എത്തും, അതെനിക്ക് ഉറപ്പാ, എന്തായാലും എത്തുന്ന ഉറപ്പാ. ആ രീതിയിലൊരു ബിലീഫ് സിസ്റ്റം നിങ്ങൾ നിങ്ങളുടെ ഉള്ളില് പാകപ്പെടുത്തണം. മാർച്ചിൽ എനിക്ക് പിന്നെ എത്താൻ പറ്റുമോ? ഡെഫിനറ്റ്ലി എത്താൻ പറ്റുന്നത്. നിങ്ങൾ ഒരു സ്റ്റേജിൽ കയറി പറയുമ്പോൾ അത് ആദ്യം കേൾക്കുന്നത് നിങ്ങളുടെ തലച്ചോറാണ്, അത് ആദ്യം കേൾക്കുന്നത് നിങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ മൈൻഡ് പ്രിപ്പയർ ചെയ്യും നിങ്ങൾ ആ വിജയത്തിലേക്ക് വേണ്ടിയിട്ട്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ലീഡർ നിങ്ങളോട് പറയണം മാർച്ചിൽ നിങ്ങൾ ഈ പൊസിഷനിലേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മൈൻഡിനോട് പറയണം എത്താൻ പറ്റുമോ. എത്താൻ പറ്റുമോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ തലച്ചോറ് ആ രീതിയിൽ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് കാഴ്ചവെക്കുള്ളൂ.
അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ടീമിന്റെയും വിജയം എന്ന് പറയുന്നത് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിന് അടിസ്ഥാനമായിട്ടിരിക്കും. ആ ബിലീഫ് സിസ്റ്റം എന്തിലൊക്കെ വേണം? ഒന്ന്, നിങ്ങൾ ഉപയോഗിക്കുന്ന RCM ഉൽപ്പന്നങ്ങളിൽ വേണം. രണ്ട്, RCM ഇത്രയും കൊല്ലം 25 കൊല്ലം ഇവിടെ നിലനിൽക്കുകയല്ല, വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ സിസ്റ്റം സ്ട്രോങ് ആണ്. ആ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ബിലീഫ് സിസ്റ്റം വേണം. ഒരു കാരണവശാലും ആ സിസ്റ്റത്തിനെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. 25 കൊല്ലത്തെ നിങ്ങളുടെ സ്വന്തം അധ്വാനം കൊണ്ടൊരു സാമ്രാജ്യം പടുത്തുയർത്തി അത് വളർച്ചയുടെ പാതയിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് RCMന്റെ സിസ്റ്റത്തെ ചോദ്യം ചെയ്യാം. പക്ഷേ നിങ്ങൾക്കൊരു പെട്ടിക്കട പോലും 5 കൊല്ലം കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ RCMനെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. കാരണം 25 കൊല്ലം ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചറോട് കൂടി, ഇത്രയും വലിയ ഫണ്ടിങ്ങോട് കൂടിയിട്ട്, ഇത്രയും ആൾക്കാർക്ക് ഡെലിവറിയും കാര്യങ്ങളും കൃത്യസമയത്ത് എത്തിച്ചുകൊണ്ട് എല്ലാ രീതിയിലും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി, അതും ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സെഗ്മെന്റുകൾ കൈകാര്യം ചെയ്യുന്ന ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഈ ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലെ അധികാരമോ അവകാശവും ഇല്ല അതിന്റെ സിസ്റ്റത്തിനെയോ അതിന്റെ പ്രോസസ്സിനെയോ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ പറയാനുള്ള കാരണം വേറൊന്നുമല്ല. ചോദ്യം ചെയ്യണം, ചോദ്യം ചെയ്യണം. എപ്പോ? ആ കമ്പനി വളരുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യണം. ആ കമ്പനിയിൽ നിന്ന് ആൾക്കാർ ഇൻസെന്റീവ് വാങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യണം. ആ കമ്പനിയിൽ നിന്ന് ആൾക്കാർക്ക് കമ്മീഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യണം. പക്ഷേ ഇതൊന്നും ഒരു മുടക്കും വരുത്താതെ കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു ക്വസ്റ്റ്യൻ ദി സിസ്റ്റം. ദ സിസ്റ്റം ഈസ് സ്ട്രോങ്. ദ സിസ്റ്റം ഈസ് സ്ട്രോങ്. ദ കമ്പനി സിസ്റ്റം ഈസ് സ്ട്രോങ്. ദ ഓൺലി സിസ്റ്റം ദാറ്റ് ഈസ് ലോ ഈസ് യുവർ സിസ്റ്റം. എന്തെങ്കിലും ഒരു ലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് അവർ സിസ്റ്റം. ഇൻ ദ സിസ്റ്റം, ബിലീഫ് സിസ്റ്റം. സോ സിസ്റ്റത്തെ ചോദ്യം ചെയ്യരുത്. പ്രൊഡക്റ്റുകളിൽ ചിലപ്പോ കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കാം. ചിലപ്പോ ചില സമയങ്ങളിൽ പ്രൊഡക്റ്റുകളിൽ ചിലപ്പോൾ എന്തുണ്ടാവും, കുറച്ച് അപ്പ് ആൻഡ് ലോ ആയിട്ടിരിക്കാം. സ്വാഭാവികമാണ്. കാരണം ഇത്രയും പ്രൊഡക്റ്റുകളെ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിക്ക് ചിലപ്പോൾ അത് സംഭവിക്കാം. പക്ഷെ അതിന്റെ അർത്ഥം അത് എൻഡ് എന്നല്ല. എവറി പ്രൊഡക്റ്റ് which is damaged or it has any problem can be replaced, can be returned. The കമ്പനിയുടെ തന്നെ പോളിസി within how many days? Within 30 days. So you don't need to worry about that. അപ്പൊ എന്താണ് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിന് കോട്ടം വരുത്തുന്ന? ഒറ്റ ആരെ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിന് കോട്ടം വരുത്തുള്ളൂ, അത് നമ്മൾ തന്നെയാണ്. മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ, വേറെ ഏതെങ്കിലും രീതിയിൽ കിട്ടുന്ന കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ എന്താ പറയാ, അതിന്റെ പോസിറ്റീവ് വശത്തിലല്ലാതെ നെഗറ്റീവ് വശത്തിനെ അതിൽ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റം വീക്ക് ആവുന്നത്. സോ വി ഹാവ് ടു ബി ലൈക്ക് എ മാഗ്നറ്റൈസ്ഡ് പേഴ്സൺ. ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുള്ള ആളായിട്ട് മാറണം. നിങ്ങൾ നല്ല ബിലീഫ് സിസ്റ്റം സ്ട്രോങ് ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പോകുന്ന 10 പേരും എന്തായിരിക്കും? അങ്ങനെ സ്ട്രോങ് ബിലീഫ് സിസ്റ്റം ഉള്ള ആളായിരിക്കും. നിങ്ങൾക്ക് ഒരു ബിലീഫും ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു ബിലീഫും ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ അവരുടെ ഉള്ളിൽ ഉണ്ടാവുക? തുടക്കത്തിൽ ആരുടെ ഉള്ളിലും ഈ സംഭവം ഉണ്ടാവില്ല. RCMനെ പ്രതി അത് പതുക്കെ പതുക്കെ അവരുടെ എക്സ്പീരിയൻസിലൂടെ ആ ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക ചെയ്യാം. അപ്പൊ കൊണ്ടുവരുന്ന ആൾക്കെതിരെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ കൂടെ വരുന്ന ആൾക്ക് എങ്ങനെ വിശ്വാസം ഉണ്ടാവുക? സാറേ ഞാൻ വിജയിക്കോ? വിജയിക്കായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കൊണ്ടുവന്ന ആൾക്കാരുടെ ഒരു ഉറപ്പില്ല. 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു, 3 കൊല്ലം കഴിഞ്ഞു, 4 കൊല്ലം കഴിഞ്ഞു, സാർ എവിടെ എത്തുന്നില്ല. സ്വാഭാവികമായിട്ട് അവർ ചോദിക്കും, ഇതെന്താ വേറെ അടുത്തതിലേക്ക് പോകുന്നില്ലേ? അല്ല, അത് എത്തും, എപ്പോഴെങ്കിലും ഒക്കെ എത്തും. അത് സ്ട്രോങ് ബിലീഫ് അല്ല. എപ്പെത്തുന്നുള്ള കൃത്യതയാണ് സ്ട്രോങ് ബിലീഫ് എന്ന് പറയുന്നത്. അപ്പൊ ബിലീഫ് സിസ്റ്റം എന്തായിരിക്കണം? നിങ്ങളുടെ ഇത്രയും സ്ട്രോങ് ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ആര് പിടിച്ചാലും എന്ത് ചെയ്യാൻ പാടില്ല? കുലുക്കാൻ പാടില്ല. ഇനി മൂന്നാമത്തെ കാര്യം, ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയ ആണ്. അതാണ് റൈറ്റ് വർക്കിംഗ് സ്റ്റൈൽ. നമ്മുടെ വർക്കിംഗ് സ്റ്റൈൽ നമ്മളൊന്ന് പരിശോധിക്കുക. ശരിയായ വർക്കിംഗ് സ്റ്റൈലാണോ നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുന്നത്? ഒരുപാട് പേര് എനിക്കറിയാം, എല്ലാവർക്കും ജോയിനിങ് കൊടുക്കും. എനിക്ക് അതിൽ യാതൊരു പരാതി. നിങ്ങൾ എല്ലാവർക്കും ജോയിനിങ് കൊടുക്കും. കാരണം RCMനെ പറ്റി എല്ലാവരും അറിയണം. പക്ഷേ റൈറ്റ് പ്രോസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയമുണ്ട്. എന്താണ് റൈറ്റ് പ്രോസ്പെക്ടിങ്? റൈറ്റ് പ്രോസ്പെക്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബിസിനസ്സിൽ സജീവമായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ഒരു പ്രൈം ടൈം ഉണ്ട്. ആ പ്രൈം ടൈമിൽ നിങ്ങളെ കൂടെ ഓടാൻ പറ്റിയ ഒരാളെ അല്ല നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ട് ജീവിതകാലം മൊത്തം നിരങ്ങി പോണ്ടി വരും. നിങ്ങൾ ഈ സിസ്റ്റത്തിലേക്ക് വന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് നിങ്ങൾ ഇതിൽ ഫാസ്റ്റ് ആയിട്ട് വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരേണ്ട പ്രോസ്പെക്ട് എന്ന് പറയുന്നത് നല്ല നെറ്റ്വർക്ക് ഉള്ള പ്രോസ്പെക്ട് ആയിരിക്കണം. അതായത് ഒരുപാട് കോണ്ടാക്റ്റുകൾ ഉള്ള ഒരു പ്രോസ്പെക്ട് ആയിരിക്കണം. അപ്പൊ ഒരു റൈറ്റ് പ്രോസ്പെക്റ്റിനെ
കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് മാത്രം ചെയ്താൽ മതി. ആരോട് എന്ത് എങ്ങനെ എപ്പോ പറയണം എന്നുള്ള കാര്യം നമ്മളൊന്ന് പഠിച്ചാൽ മതി. ഇപ്പൊ ന്യൂട്രിചാർജ് കിഡ്സ് എന്ന് പറഞ്ഞ ഒരു ഉൽപ്പന്നം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഏകദേശം ഒരു 10 തൊട്ട് മുകളിലുള്ള കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? ന്യൂട്രിചാർജ് കിഡ്സ് നമുക്ക് കൊടുക്കാം. അതിനും താഴെ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ കമ്പനിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ പറയുന്നത്. അപ്പൊ മിനിമം ഇത്ര ഏജിന് മേലെ ആൾക്കാർക്ക് അത് കൊടുക്കാം. ഈ ന്യൂട്രിചാർജ് കിഡ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അത് ശരിയായ കാര്യം. പക്ഷെ പ്രോസ്പെക്ട് ചെയ്യേണ്ടത് ആരെയാ? കുട്ടികളെയാണോ? അല്ല, ആ വീട്ടിലെ രക്ഷിതാക്കളെയാണ് പ്രോസ്പെക്ട് ചെയ്യേണ്ടത്. അതിന്റെ ഗുണം പറഞ്ഞു കൊടുക്കണം. കാരണം കുട്ടികൾക്ക് പർച്ചേസിംഗ് പവർ ഇല്ല. ആർക്കാണ് പർച്ചേസിംഗ് പവർ ഉള്ളത്? ആ വീട്ടിലെ ഗൃഹനാഥനോ അല്ലെങ്കിൽ ആ വീട്ടിലെ വീട്ടമ്മയ്ക്കോ. അവരെയാണ് ഇതിന്റെ സീരിയസ്നെസ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാണ് റൈറ്റ് പ്രോസ്പെക്ടിങ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആൾക്ക് മിനിമം എന്ത് വേണം? ഒരു മണി ഫാക്ടർ വേണം. മണി ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാനുള്ള കുറച്ച് കാര്യങ്ങൾ, അതിന്റെ ചെലവുകൾ നിർവഹിക്കാനുള്ള ഒരു വരുമാന മാർഗമുള്ള ഒരാളെ വേണം നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അയാൾക്ക് മൊബിലിറ്റി ഉണ്ടാവണം. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താനുള്ള ഒരു സംവിധാനം. അതിപ്പോ എന്താ പറയാ, ഒരു ചെറിയൊരു വാഹനമൊക്കെ ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലത്. അയാൾക്ക് മെച്യൂരിറ്റി ഉണ്ടാവണം. എന്താ മെച്യൂരിറ്റി? ഒരു കാര്യത്തെ അതിന്റെ പ്രാക്ടിക്കൽ രീതിയിൽ കാണാനുള്ള മനോഭാവം ഉണ്ടായിരിക്കണം. പെട്ടെന്ന് അസ്വസ്ഥനാവുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് നെഗറ്റീവ് ആവുന്ന ഒരാളെയല്ല നമുക്ക് വേണ്ടത്. മെച്യൂർഡ് ആയിട്ട് കാര്യങ്ങളെ കാണാൻ പറ്റുന്ന. ഇപ്പോ നമ്മൾ കടയിൽ നിന്ന് പോയി മേടിച്ച ഒരു ഉൽപ്പന്നത്തിൽ എന്തെങ്കിലും ഒരു ക്രമക്കേട് സംഭവിച്ചു, ഇത്രയും വലിയൊരു കമ്പനിയാണ്, സ്വാഭാവികമായിട്ട് സംഭവിക്കാതെ കടയിൽ കൊണ്ടുപോയി അയാൾ റിട്ടേൺ ചെയ്യും എന്നുള്ള ചിന്ത ഉണ്ടാവുന്ന ഒരു വ്യക്തിനെയാണ് നമ്മൾ എന്ത് പറയാ? മെച്യൂർ ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്ന് പറയാം. അപ്പം മണി വേണം, മെച്യൂരിറ്റി വേണം, പിന്നെന്ത് വേണം? മൊബിലിറ്റി വേണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതോറിറ്റി. അയാൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. മറ്റൊരാളെ ആശ്രയിച്ച് തീരുമാനം എടുക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ പണി ശരിക്കും പറഞ്ഞാൽ ഡബിൾ ആണ്. കാരണം എന്താ? മറ്റൊരാളെയും കൂടി നമ്മൾ കൺവിൻസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അത് അത്രയും നല്ലത്. ആൻഡ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരനായിരിക്കണം. ഈ 5 ഗുണങ്ങളും വരുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് പറയാ? റൈറ്റ് പ്രോസ്പെക്ട് എന്ന് പറയാം. പക്ഷെ ഈ റൈറ്റ് പ്രോസ്പെക്ട് മാത്രമേ നമ്മൾ കൊണ്ടുവരാൻ പാടൂ എന്നല്ല ഞാൻ പറയുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്: റൈറ്റ് പ്രോസ്പെക്ടിങ്ങിന് നമ്മൾ തുടക്കകാലങ്ങളിൽ കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. കാരണം അതാണ് പെട്ടെന്ന് ഗ്രോത്ത് വരിക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ? നിങ്ങളെപ്പോലെ ഓടാൻ പറ്റുന്ന ഒരു 10 പേര് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരുന്നോ അത്തരം ആൾക്കാരെ വേണം ആ സമയത്ത് നമ്മൾ കൊണ്ടുവരാൻ. ഈ ഒരു റൈറ്റ് പ്രോസ്പെക്ട് ഒരു 10 പേര് വന്നതിന് ശേഷം നിങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് എത്തിച്ചോ. പക്ഷെ ഈ 10 പേര് നമ്മൾ തുടക്കത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ട്രെയിൻ ചെയ്ത് പാകപ്പെടുത്തി എടുക്കാൻ ഒരു സമയം എടുക്കും. കാരണം എന്താ? അവരും നിങ്ങളുടെയും ഗോളുകൾ ഇതുവരെ അലൈൻ ആയിട്ടില്ല. പക്ഷെ ഈ 10 പേര് എന്താ വെച്ചാൽ നിങ്ങളുടെ അതേ മൈൻഡ് സെറ്റോട് കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അതാണ് എന്ത് പറയാ? റൈറ്റ് പ്രോസ്പെക്ടിങ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതാണ് റൈറ്റ് ടൈം. മാനേജ്മെന്റ് ഓഫ് ടൈം ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഈ ബിസിനസ്സിൽ നിങ്ങളുടെ ടൈമിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഒരു മീറ്റിങ്ങിന് പോയി നിങ്ങൾ ക്ലാസ് കേൾക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ RCM പ്രവർത്തന സമയത്തിൽ തീർച്ചയായിട്ടും കൂട്ടും. പക്ഷെ ആ ക്ലാസ് കേട്ട് തിരിച്ച് വീട്ടിൽ വന്നിരിക്കുന്നതല്ല ബിസിനസ്സിന് ഗുണകരമാവുന്ന ഒരു കാര്യം. നിങ്ങളൊരു ടൈം ഷീറ്റ്, ഒരു ദിവസം ഞാൻ എത്ര മണിക്കൂർ RCMന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു, അല്ലാതെ ഒരു ദിവസം ഞാൻ RCMന്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യും എന്നുള്ളതല്ല. ഏതെങ്കിലും ഒരു പ്രവൃത്തി എന്ന് വെച്ചാൽ നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന RCMന്റെ പ്രവൃത്തി. പക്ഷെ അത് PV ജനറേറ്റിംഗ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി PV ജനറേറ്റിംഗ് അല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, RCM ബിസിനസ്സിൽ നമ്മുടെ ടൈമിനെ നമ്മൾ എങ്ങനെ നോക്കി കാണുന്നു, അതിന് എന്ത് രീതിയിലുള്ള റെസ്പെക്ട് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി വേസ്റ്റഡ്. നമ്മൾ അതിനെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. 2 പേരുടെ അടുത്തേക്ക് ചെന്നു 2 പേര് നോ പറഞ്ഞു നമ്മൾ വീട്ടിൽ വന്ന് ഇരിക്കുകയല്ല വേണ്ടേ. ഒരു യെസ് കിട്ടുന്ന വരെ ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. സന്തോഷ് നായരുടെ ക്ലാസ്സുകളിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം എന്താ പറയാ, ഈ ക്ലീനിങ് ഡിവൈസ്, അതായത് വീട് ക്ലീൻ ചെയ്യാനുള്ള വാക്യൂം ക്ലീനർ സെല്ല് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഒരു പ്രതിജ്ഞ എടുത്താന്നു: ഒരു ദിവസം മിനിമം ഇത്രയെങ്കിലും സെയിൽ ചെയ്തില്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോവില്ല എന്നുള്ളത്. ആ തീരുമാനമാണ് ഇന്ന് കാണുന്ന സന്തോഷ് നായറിനെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത്. ഇതുപോലെ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റണം. നമ്മുടെ സമയത്തിന് നമ്മൾ മൂല്യം കൊടുക്കുന്നുണ്ടോ? RCM എന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ കാലങ്ങളിൽ കൂടുതൽ സമയം നമ്മൾ ഇതിന് കൊടുത്തേ പറ്റൂ. ആ കൊടുക്കുന്ന സമയം റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക. അതിന് എന്ത് ചെയ്യണം? ഡേ ബൈ ഡേ ജേർണലിംഗ് തുടങ്ങുക. ഡേ ബൈ ഡേ ജേർണലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ RCMൽ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ എഴുതി വെച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും നമ്മൾ എത്ര സമയം RCMന് വേണ്ടി കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്ന സമയം ശരിയായ സമയമാണോ? കാരണം റൈറ്റ് ടൈം എന്ന് RCMൽ പറയുന്നത് ഒന്ന് മാത്രമാണ്: ഇറ്റ് ഈസ് PV ജനറേഷൻ. PV ജനറേഷൻ അല്ലാത്ത മറ്റേ എല്ലാ കാര്യങ്ങളും റൈറ്റ് ടൈം അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ
ആ ഒരു നിശ്ചിത റിസൾട്ട് അതിന് കിട്ടില്ല. സോ റൈറ്റ് ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ 4 മണിക്കൂറാണോ കൊടുക്കുന്നത്, പക്ഷെ ആ 4 മണിക്കൂർ നിങ്ങൾ 100% കൊടുത്തിരിക്കണം. നിങ്ങൾ 8 മണിക്കൂറാണോ കൊടുക്കുന്നത്, ആ 8 മണിക്കൂർ യു ബി ഇൻ ആർച്ചിം, നത്തിങ് എൽസ്. നമ്മളൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ ജോലിക്ക് കൃത്യമായ സമയത്ത് നമ്മൾ പഞ്ച് ചെയ്യും, കൃത്യമായ സമയത്ത് നമ്മൾ ഇറങ്ങിപ്പോരും. പക്ഷെ അതിനിടയിലുള്ള സമയം നമ്മൾ വേറെ ഒരു കാര്യത്തെ പറ്റിയിട്ടും ചിന്തിക്കില്ല. നമ്മുടെ ജോലി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുക. ശരിയല്ലേ? ഇതേ കാര്യം തന്നെ നമ്മൾ ആർ സി എം സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്താൽ മതി. ആർ സി എമ്മിന് വേണ്ടിയിട്ട് ഒരു പഞ്ചിങ് ടൈം നിങ്ങൾ റെഡിയാക്കുക, ആർ സി എമ്മിന് വേണ്ടിയിട്ട് ഒരു ലോഗൌട്ട് ടൈം നിങ്ങൾ റെഡിയാക്കുക. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് ആ ലോഗൌട്ട് ടൈം കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ആർ സി എമ്മിനെ പറ്റി ചിന്തിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇപ്പോൾ കാരണം അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ആർ സി എമ്മിൽ ഒരു സമയം നിശ്ചയിച്ചില്ലെങ്കിൽ ആർ സി എം ഒരിക്കലും നിങ്ങൾക്ക് ഒരു സമയം തരില്ല, അത് ഉറപ്പാണ്. സോ ഇപ്പൊ ആര് എത്ര സമയം ആർ സി എമ്മിന് കൊടുക്കുന്നോ, എത്രയും ഡിവോട്ടഡ് ആയ അവേഴ്സ് കൊടുക്കുന്നോ, അവിടെയാണ് നമുക്ക് എന്ത് വരിക, റിസൾട്ട് വരിക. കാരണം നിങ്ങളെ കണ്ടിട്ടാണ് നിങ്ങളുടെ ടീം അംഗങ്ങൾ പഠിക്കുക. നിങ്ങൾ ആർ സി എമ്മിന് സമയം കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ടീം അംഗങ്ങൾ ആർ സി എമ്മിന് സമയം കൊടുക്കില്ല. എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് മാത്രമേ ആർ സി എമ്മിന് ഒരു പരിഗണന പോലും കിട്ടുകയുള്ളൂ. അതൊരിക്കലും നിങ്ങളെ വിചാരിച്ച ഒരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കില്ല. ഇപ്പൊ എന്റെ നാട്ടില് പൂരമായിരുന്നു, 3 ദിവസമായിട്ട് എന്റെ നാട്ടില് പൂരമായിരുന്നു. ഇന്നലെയാണ് പൂരം, ഇന്നലെയല്ല മിനിഞ്ഞാന്നാണ് പൂരം കഴിഞ്ഞത്. ഒറ്റ ദിവസം പോലും ഞാൻ പോയിട്ടില്ല, ഒറ്റ ദിവസം പോലും ഞാൻ പോയിട്ടില്ല. കാരണം പൂരം അടുത്ത കൊല്ലം വരുന്ന എനിക്ക് അറിയാം. 3 ദിവസം എന്തുണ്ടായിരുന്നു, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. ഇന്നലെ എനിക്ക് ഒരു സൈറ്റിൽ പെയിന്റ് കൊടുക്കാണ്ടായിരുന്നു, അവിടുത്തെ പെയിന്റേഴ്സ് ആയിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് എനിക്കൊരു പ്രോഗ്രാം, അതിന്റെ മുന്നത്തെ ദിവസം ഒരു പ്രോഗ്രാം, അതിന്റെ മുന്നത്തെ 3 ദിവസം എനിക്ക് അടുപ്പിച്ച് പ്രോഗ്രാം. ഒറ്റ ദിവസം പോലും എനിക്ക് പൂരം കാണാൻ പോകാൻ പറ്റില്ല. എനിക്ക് അതിൽ യാതൊരു വിഷമമില്ല. കാരണം എന്താ, അത് നടക്കും. എല്ലാ കൊല്ലവും ഞാൻ ഉണ്ടെങ്കിലും ഞാൻ ഇല്ലെങ്കിലും അത് ഭംഗിയായിട്ട് നടക്കും. അത് നടത്തിപ്പിക്കാനുള്ള ആൾക്കാരൊക്കെ അതിന്റെ കാര്യത്തിൽ അവർ പങ്ക്ച്വലാണ്, കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ സഹായമോ അല്ലെങ്കിൽ എന്റെ പ്രസൻസോ അവിടെ വേണ്ട. പക്ഷെ എന്റെ പ്രസൻസ് വേണ്ട ഒരു സ്ഥലമുണ്ട്, ദാറ്റ് ഈസ് ഇൻ മൈ ബിസിനസ്. ഇവിടെ ഞാൻ ആ സമയം ഇപ്പൊ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം എന്തുണ്ട്, എനിക്ക് ഉണ്ട്. സോ റൈറ്റ് ടൈം. ആൻഡ് മൂന്നാമത്തതാണ് റൈറ്റ് ആറ്റിറ്റ്യൂഡ്, ശരിയായ ആറ്റിറ്റ്യൂഡ്. നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറുന്നു എന്നനുസരിച്ചിട്ട് ഇരിക്കും അയാൾ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്. നിങ്ങൾ ഒരാൾക്ക് പരിഗണന കൊടുത്താൽ മാത്രമേ അയാൾ നിങ്ങൾക്ക് പരിഗണന തരുള്ളൂ. ഒരു പ്രതിസന്ധി ഘട്ടം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മൾ ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്നുള്ളത്. ഒരു പെട്ടെന്നൊരു പ്രതിസന്ധി വന്നാൽ നമ്മൾ പാനിക് ആവുകയാണ്, നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ്, നമ്മൾ സിസ്റ്റത്തെ കുറ്റപ്പെടുത്തുകയാണ്, നമ്മൾ പ്രൊഡക്റ്റിനെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും എടുക്കാൻ റെഡിയാവാത്ത ഒരു വ്യക്തിയാണെന്നുള്ളത്. അതേ സമയത്ത് അതിനെ ഇനി എങ്ങനെ തരണം ചെയ്യാൻ പറ്റാം, അങ്ങനെയാണ് നമ്മൾ ആദ്യം നമ്മളെ പാകപ്പെടുത്തുന്നതെങ്കിൽ, അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താനാണ് പാകപ്പെടുത്തുന്നതെങ്കിൽ യു ഹാവ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇംഗ്ലീഷിലെ അക്ഷരമാല നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഓരോ അക്ഷരമാലയ്ക്കും അതിന്റെ സംഖ്യ കൊടുത്ത, ഇപ്പൊ എ ഇരിക്കുന്നത് നമ്പർ 1 പൊസിഷനില, ടി എന്നിരിക്കുന്നത് അവസാനത്തെ പൊസിഷനില. അപ്പൊ അങ്ങനെ ആ നമ്പറുകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 100 എന്ന് വരുന്ന ഏക വാക്ക് എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡാണ്. 100%. അതാണ് നിങ്ങൾ ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുക. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മോശമാണെങ്കിൽ ഈ ബിസിനസ് നിങ്ങളെ എവിടെ എത്തിക്കില്ല. എനിക്കറിയാം പല ലീഡേഴ്സും, എല്ലാവരും ഞാൻ പറയുന്നുണ്ട്, പക്ഷെ ഉണ്ട് ചില ലീഡേഴ്സ് ഉണ്ട്, അവരുടെ ടീമിലെ ആൾക്കാർക്കും കണ്ടെടുത്താൽ കണ്ടുകൂടാ, അപ്ലൈനും കണ്ടെടുത്താൽ കണ്ടുകൂടാ. എന്തുകൊണ്ടത് സംഭവിക്കുന്നത്? ബിക്കോസ് ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് റൈറ്റ്. ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് ഗുഡ് അബൌട്ട് ദി അസോസിയേറ്റ്സ്. അതായത് അസോസിയേറ്റ്സിനെ കൂടെ വരുന്ന ഒരു സഹപ്രവർത്തകർ എന്നുള്ള രീതിയിൽ കാണാതെ അവരെ എന്താ പറയാ, താഴെത്തട്ടിൽ വരുന്ന ഒരാള്, അല്ലെങ്കിൽ എന്താ പറയാ, ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആൾക്കാർ എന്നുള്ളൊരു മനോഭാവത്തിലൂടെ കാണുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്ലൈൻ എന്ന് പറയുന്നത് എന്നെക്കാളും പഠിപ്പ് കുറഞ്ഞ ആളാണ്, വേറൊരു എന്താ പറയാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്, എന്നോട് അദ്ദേഹം അങ്ങനെ പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത്. ഇതൊക്കെ മോശമായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. ശരിയായ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ ഒരാൾക്ക് പഠിക്കാനുണ്ടോ അവിടെ നിന്നൊക്കെ അയാൾ എടുക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയ മഹത്തരമായിട്ടുള്ള ഒരു കാര്യം. സോ നിങ്ങൾക്ക് റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ വർക്കിംഗ് സ്റ്റൈല് 4 രീതിയിൽ വേണം ആവാൻ വേണ്ടിയിട്ട്. ഒന്നാണ് ലോജിക്കൽ. എന്താണ് ലോജിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോജിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ ടേക്കേഴ്സ് ആണ്. എന്ത് ചാലഞ്ച് വന്നാലും അവരെന്ത് ചെയ്യും, അവരുടെ കയ്യിലുള്ള ആ ഒരു ഡാറ്റനെ അനലൈസ് ചെയ്ത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അവർ വർക്ക് കാഴ്ചവെക്കും. സോ നിങ്ങൾ എന്തായിരിക്കണം, ലോജിക്കൽ ആയിരിക്കും. അതായത് ഒരു കാര്യം പ്രാവർത്തികമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു സ്റ്റേജിൽ കയറി നമ്മളോട് ചോദിക്കുകയാണ് എന്താവും ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു സ്റ്റാർ ആയിട്ടോ നമ്മൾ പറയാണ് ഒരു 3 മാസത്തിനുള്ളിൽ ഞാൻ ടെക്നിക്കലോ നടപടിയാവുന്ന കാര്യമാണോ? അല്ല. അപ്പോ ലോജിക്കലായിട്ട് പ്രാവർത്തികമായിട്ട് നമുക്കൊരു കാര്യത്തെ
എങ്ങനെ കൈകാര്യം ചെയ്യാം, അതിനെ നേടിയെടുക്കാൻ പറ്റും, അങ്ങനെയുള്ള ഒരാൾ ലോജിക്കൽ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം ആൾ എന്തായിരിക്കണം? സപ്പോർട്ടീവ് ആയിരിക്കണം. സപ്പോർട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളായിരിക്കണം. ടീമിലെ ആൾക്കാരെ നല്ല രീതിയിൽ പ്രചോദനം കൊടുത്ത് അവർക്ക് നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്ത് അവരിൽ ഒരാളാണെന്നുള്ള അവർക്ക് തോന്നണം. ഒരിക്കലും അദ്ദേഹം എന്റെ ലീഡറിനുപരി അദ്ദേഹം എന്റെ കൂടെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന ഏതൊരു കാര്യം അവർ കേൾക്കും. സോ രണ്ടാമത്തെ കാര്യം നിങ്ങൾ എന്തായിരിക്കും? സപ്പോർട്ടീവ് ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം ഐഡിയ ഓറിയന്റഡ് ആയിരിക്കണം. ഐഡിയ ഓറിയന്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ നമുക്ക് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ടീമിനെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യാൻ നമ്മുടെ ഭാഗത്തു നിന്ന് കുറച്ച് ഇന്നോവേഷൻസും കാര്യങ്ങളും ഒക്കെ വേണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മിഷൻ 90 ഡേയ്സ്. എന്താണ് മിഷൻ 90 ഡേയ്സ്? 90 ദിവസം കൊണ്ട് 90 ദിവസം കൊണ്ട് നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ഒരു ജോയിനിങ്ങിനെ അദ്ദേഹത്തെ ഒരു ഓപ്പണർ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മിഷൻ 90 ഡേയ്സ്. ഇതൊരു ഇന്നോവേഷൻ ആണ്. അതേപോലെ തന്നെ 3 മാസം കൊണ്ട് 100 ജോയിനിങ് കൊണ്ടുവരിക, അവർക്ക് ഒരു സ്പെഷ്യൽ റിവാർഡ്, ഇതൊക്കെ ഒരു ഇന്നോവേഷൻ ആണ്. അപ്പൊ ഇതുപോലെ ഇന്നോവേഷൻ എടുക്കാനും കൂടെ വരുന്ന ആൾക്കാരുടെ എന്താ പറയുക ടീം സ്പിരിറ്റ് കൂട്ടാനും സഹായകരമാവുന്ന ഐഡിയാസ് കൊണ്ടുവരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? ഐഡിയ ഓറിയന്റഡ് അല്ലെങ്കിൽ ഗോൾ ഓറിയന്റഡ് ആൾക്കാർ എന്നത് പറയാം. പിന്നെ നാലാമത്തെ കാര്യമാണ് എന്താ? ഡീറ്റെയിൽ ഓറിയന്റഡ്. ഡീറ്റെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും? അവർ പ്ലാൻ ചെയ്യും. ഏതൊരു കാര്യവും നല്ല രീതിയിൽ അവർക്ക് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നമുക്ക് ഈ 4 കാര്യങ്ങളും ഈ സിസ്റ്റത്തിൽ അത്യാവശ്യമാണ്. കാര്യങ്ങളെ പ്രാവർത്തികമായിട്ട് കാണുക, നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നിങ്ങളും നിങ്ങളുടെ ടീമുമായിട്ട് സൃഷ്ടിക്കാം, ഐഡിയ ഓറിയന്റഡ് ഇന്നോവേഷൻസ്, അവർക്ക് വളരാനുള്ള വളവും കാര്യങ്ങളും ഇട്ട് കൊടുക്കണമെങ്കിൽ അവരെ അടുത്ത തലത്തിലേക്ക് എത്തിക്കാനുള്ള പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ഓഫറുകൾ അല്ലെങ്കിൽ ടാർഗറ്റുകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ലാസ്റ്റ് ആണ് ഡീറ്റെയിൽ ഓറിയന്റഡ്. ഒരു വലിയ പ്രോഗ്രാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏറ്റെടുത്ത് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ വർക്കിംഗ് സ്റ്റൈലിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട. അതിന്റെ കൂടെ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്: റൈറ്റ് പ്രോസ്പെക്ട്, റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് ആറ്റിറ്റ്യൂഡ്. ഇനി അടുത്തതാണ് ഫോളോ അപ്പ്. ഈ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ ഏറ്റവും അവസാനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഫോളോ അപ്പ്. നിങ്ങൾ വളരുന്നില്ലെങ്കിൽ അതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ: നിങ്ങളുടെ ഫോളോ അപ്പ് ശക്തമല്ല എന്നുള്ളത്. എനിക്ക് എന്റെ ടീമിൽ ഒരുപാട് പേരെ എടുത്തു പറയാൻ സാധിക്കും. അവര് വരുന്നു, ഒരാളെ ജോയിൻ ചെയ്ത് അയാൾ ഒന്ന് സ്റ്റഡി ആയിട്ട് വരുന്ന സമയം കൊണ്ട് തന്നെ അവര് അടുത്ത തലത്തിലേക്ക് പോകും. അങ്ങനെ പോയി എന്ന് വെച്ചാൽ ഇവർക്ക് പിന്നെ ശ്രദ്ധ കൊടുക്കുന്നില്ല. ഇവര് വളർന്നോളും എന്നുള്ളൊരു ചിന്തയിൽ അവർ അവിടെ ഇട്ടിട്ട് പിന്നെ അടുത്തതിലേക്ക് പോകും. അവരുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നില്ല. പിന്നെ സംഭാഷണത്തിൽ ഏർപ്പെടും എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ 30-31 ആകുമ്പോൾ അവരെ വിളിച്ച് പറയാതെ ഒരു 2500 അടിക്കൂട്ടാ, ഒരു 5000 അടിക്കൂട്ടാ, ഒരു 10,000 അടിക്കൂട്ടാ എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുവന്ന ലീഡറിനെ പ്രതി ഇവർക്ക് ഒരിക്കലും ഒരു സ്നേഹം എന്നുള്ള ഒരു രീതിയിൽ ഒരു മനോഭാവം അല്ല ഉണ്ടാവുക. അവിടെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് തോന്നും ഞാൻ ചൂഷണം ചെയ്യപ്പെടുകയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ആവശ്യം വരുമ്പോൾ മാത്രമേ എന്റെ ലീഡർ എന്നെ വിളിക്കുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് പേർക്ക് ഫീൽ ചെയ്യുന്ന ആൾക്കാർ എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തോന്നാറ് സാറേ, മാസാവസാനം ആവുമ്പോഴാണ് എന്നെ എന്റെ ലീഡർ വിളിക്കുക, ഒരു പിന്നെത്താനോ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ താഴെ വരുന്ന ഒരാളെ അടുത്ത ലെവലിലേക്ക് എത്താനോ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വിളിക്കുന്നേക്കാളും നല്ലത് നിങ്ങൾ വിളിക്കാതിരിക്കുക. പക്ഷെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അത് എപ്പോഴും എന്ത് ചെയ്യണം? നല്ലൊരു ബന്ധം നിലനിർത്താൻ വേണ്ടി നിങ്ങൾ വിളിക്കണം. ഫോളോ അപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ കൊണ്ടുവരുന്ന ആള് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാന്നുള്ളത് അവരെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഫോളോ അപ്പിന്റെ ഏറ്റവും വലിയ കാര്യം. കാരണം ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സംഭാഷണത്തിൽ ഏർപ്പെടുക. ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ആ പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഒരു വലിയ പോസ്റ്റർ നമുക്ക് കിട്ടി, ആ പോസ്റ്റർ ഫോർവേഡ് ചെയ്യാന്നുള്ളതല്ല ഫോളോ അപ്പ്. ആ പോസ്റ്റർ അവർക്ക് അയച്ചു കൊടുത്ത് അവരെ വിളിച്ച് അവർ വരുന്നുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് ഫോളോ അപ്പ്. നിങ്ങളൊരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ അതൊരു അറിയിപ്പായിട്ട് മാത്രമേ മാറുന്നുള്ളൂ. പക്ഷെ അതൊരു ഫോളോ അപ്പ് ആയിട്ട് മാറണമെങ്കിൽ യു ഹാവ് ടു കോൾ. വിളിച്ചുകൊണ്ടിരിക്കുക. ഈ സിസ്റ്റത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരാൻ പോകുന്ന കാര്യമാണ് കോൾ കോൾ കോൾ. പക്ഷെ എനിക്കറിയാം പല ആൾക്കാർക്കും ഫോൺ വിളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ്. ഫോൺ വിളിച്ച കുറെ നേരം അയാൾ സംസാരിക്കും. അയാൾ സംസാരിക്കുന്നത് അയാൾക്ക് വേണ്ട രീതിയിൽ ട്രെയിനിങ് കിട്ടാത്തതുകൊണ്ടാണ് ഓവർ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയ ഒരാളാണെങ്കിൽ ആ സംസാരത്തെ എപ്പോ എവിടെ കട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? സോ അത് അയാളുടെ പ്രശ്നമായിട്ട് കാണരുത്. ഒരു കോളിനെ നിങ്ങൾക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നു അത് നിങ്ങളുടെ കഴിവനുസരിച്ചിട്ടിരിക്കും. സോ ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും മെസ്സേജിലൂടെ ആവരുത്. ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ത്രൂ കോൾ. കോൾ. വിളിച്ചുകൊണ്ടിരിക്കുക. ഒന്നാമത്തെ പോയിന്റ്, ആരെയൊക്കെ ഫോളോ അപ്പ് ചെയ്യണം? പുതിയ പ്രോസ്പെക്ട്. നിങ്ങളുടെ കൂടെ ഒരാൾ അസോസിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഒരു ജോയിനിങ് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറയാറുണ്ട് ഒരു മീറ്റിംഗിലേക്ക് കൊണ്ടുവന്ന് 48 മണിക്കൂറിനുള്ളിൽ അതിനെ ജോയിനിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കണം. ഇനി ജോയിനിങ് ആയി, ആ ജോയിനിങ് ആയ ആളെ നമ്മൾ എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം?
ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 തൊട്ട് 5 ദിവസത്തിനുള്ളിൽ അയാളെ വിളിച്ചു ചോദിക്കണം, സാറേ ഞാൻ ഇന്ന ആളാണ്, സോ ആൻഡ് സോ ആണ്. കാരണം അത് പറയണം, നിങ്ങളുമായിട്ടും അയാളുമായിട്ടുള്ള ബന്ധം അത്ര സ്ട്രോങ് ആയിട്ടില്ല. ആ സ്ട്രോങ് ആവാൻ നിങ്ങൾ എന്ത് വേണം, കോൾ ചെയ്യണം, അത് ചോദിക്കണം, സാറേ ഉൽപ്പന്നങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ഉപയോഗിച്ച് തുടങ്ങിയായിരുന്നോ. ഇപ്പൊ ചില ആൾക്കാർ ചിലപ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ടാവുള്ളൂ, അവർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങളൊരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആണ് അവർക്ക് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഹെയർ റിവൈവൽ കിറ്റ്, ആ ഹെയർ റിവൈവൽ കിറ്റ് ചിലപ്പോൾ അയാൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കില്ല. കാരണം അയാളുടെ ഉള്ളിൽ ചിലപ്പോൾ ചില ഡൗട്ടുകൾ ഉണ്ടായിരിക്കും, അത് ഇതുവരെ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ വിളിച്ച് ചോദിക്കുക, സാറേ ഉപയോഗിച്ചിരുന്നോ, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സമയം കിട്ടിയില്ല, പിന്നെ അത് എങ്ങനെ ഉപയോഗിക്കണം ഞാൻ മറന്നുപോയി, ആ നോ പ്രോബ്ലം സാർ, ഞാൻ സാറിന് ഒരു വോയിസ് മെസ്സേജ് അയച്ചുതരാം എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് മെസ്സേജ് അയക്കുക. അപ്പോൾ അവരുമായിട്ടുള്ള നിരന്തരമായ സംഭാഷണമാണ് നമ്മളെ ഈ ബിസിനസ്സിൽ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പാതി വഴിക്ക് ഇട്ടിട്ട് പോകും. ഇനി അയാള് ജോയിൻ ചെയ്തു, സാധനങ്ങൾ എടുത്തു, അയാള് ഒരു കസ്റ്റമർ ആയിട്ടാണ് തുടക്കത്തിൽ എല്ലാവരും മാറുക. ഇനി അയാൾ കസ്റ്റമർ ആയിട്ട് തുടരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാസം കഴിഞ്ഞിട്ട് ആ മാസം, അതായത് ഇപ്പൊ ഇന്ന് 25-ാം തീയതി, അടുത്ത മാസം 25-ാം തീയതി എല്ലാ ആളെ വിളിക്കണ്ടേ, ആ 25-ാം തീയതി എത്തുന്നേക്കാൾ ഒരു 5 ദിവസം മുന്നേ, അതായത് 20-ാം തീയതി അയാളെ വിളിച്ച് ചോദിക്കണം, സാറേ ഉൽപ്പന്നങ്ങളൊക്കെ ഏറെക്കുറെ തീരാറായിട്ടുണ്ടാവും എനിക്ക് അറിയാം, അപ്പോ എന്തൊക്കെ വേണം എന്നുള്ളത് സാർ ഒന്ന് വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ വീട്ടിലേക്ക് എത്തിക്കാം. ഇത് കസ്റ്റമറിനോട് പറയണ്ട, ഞാൻ അസോസിയേറ്റ് ബൈയുടെ കാര്യമല്ല പറയുന്നത്, കസ്റ്റമറിനോട് പറയേണ്ടതാണ്, വീട്ടിലേക്ക് എത്തിക്കാം. ഒപ്പം തന്നെ നമ്മുടെ കുറച്ച് പുതിയ പ്രൊഡക്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം സാറ് ഫ്രീ ആവുമ്പോൾ, അതായത് ഈ ശനി ഞായറാണെങ്കിൽ ഞാനും ഫ്രീ ആണ്, നമുക്ക് ഒരുമിച്ച് ഷോപ്പൊക്കെ പോയി ഒന്ന് കാണാം. അപ്പൊ ഒരു ഷോപ്പിലേക്ക് ഒരാളെ കൊണ്ടുപോകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഏത് പുതിയ ജോയിനിങ് ആണെങ്കിലും അയാളെ ഷോപ്പിലേക്ക് കൊണ്ടുപോകണം. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യം, ഡിസ്പ്ലേ വോൾ മാത്രം ഇയാളെ കൊണ്ട് കാണിപ്പിക്കുക, ഒരു ഷോപ്പിലേക്ക് എടുപ്പിക്കില്ല. എന്താ സംഭവിക്കുക വെച്ചാൽ, നിങ്ങളുടെ ഡിസ്പ്ലേ വോളിൽ എന്തുണ്ടോ അത് മാത്രമേ ഇയാൾ ജീവിതകാലം മൊത്തം വാങ്ങൂ. അയാളുടെ പർച്ചേസിംഗ് പവർ കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അയാൾ ഒരു ഷോപ്പ് കൊണ്ടുപോയി കാണിക്കണം. അപ്പോഴാണ് ആൾക്ക് മനസ്സിലാവും ഇത് ഇത്രയും വലിയ പ്രസ്ഥാനമാണ്. അല്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് അയാൾ കാണുന്ന ആശയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിസ്പ്ലേ വോൾ മാത്രമായിരിക്കും. ഇത് ഡിസ്പ്ലേ വോൾ കാണാൻ നടക്കുന്ന പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടുവരുന്ന കാര്യമാണ്. അവിടുത്തെ അസോസിയേറ്റ് ബയ്യറിനെയോ അവിടുത്തെ ഡിസ്കൗണ്ട് കാർഡ് കൊടുത്ത ഒരാളെ ഒരിക്കലും അവർ ആർ സി എമ്മിന്റെ ഷോപ്പിലേക്ക് കൊണ്ടുപോയില്ല. ആർ സി എമ്മിന്റെ ഷോപ്പിലേക്ക് കൊണ്ടുപോയില്ല. കാരണം അവരുടെ പേടി വെച്ച് ഇനി അവിടെ കൊണ്ടുപോയി ഇയാൾ ഇനി സ്ഥിരമായിട്ട് ഇനി അവിടുന്ന് മേടിച്ചാലോ എന്നുള്ള പേടിയാ. അങ്ങനെ ഒരു പേടി നിങ്ങൾ വിചാരിക്കേണ്ട. അവരവിടെ ചെന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത്രയും സാധനങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അവർ പറയും, ഇനി നിങ്ങൾ വെക്കുമ്പോൾ ബസ്മതി റൈസും കൂടി വെച്ചോട്ടെ, ഇനി നിങ്ങൾ വെക്കുമ്പോൾ അഗർബത്തിയും കൂടി വെച്ചോട്ടെ. അത് അവർ പറയും, കാരണം അവർക്ക് അറിയില്ല ഇതിൽ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ഒരാളെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് അവരെ കൊണ്ടുപോകാൻ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. സോ ദാറ്റ് ഈസ് ഫോളോയിങ് അപ്പ് ന്യൂ പ്രോസ്പെക്ട്. ഇനി എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞത്. അവരെ ഒരു ഓർഡർ വരുന്നതിനേക്കാളും ഒരു 5 ദിവസം മുന്നേ, അതായത് നിങ്ങൾക്ക് അറിയാലോ പ്രൊഡക്റ്റ് കൊടുത്ത് ഇത്രയും സമയം കൊണ്ട് തീരാറായിട്ടുണ്ടാവും, അപ്പൊ അവരെ വിളിച്ച് ചോദിക്കുക, സാറേ എന്നത്തേക്ക് ആ സാധനങ്ങൾ എത്തിക്കണം, എന്തൊക്കെ വേണമെന്ന് സാറ് വാട്സാപ്പ് ചെയ്താൽ മതി, പുതിയ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്, ഞാൻ ഡീറ്റെയിൽസ് സാറിന് വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്, ഒന്ന് സാർ ഒന്ന് നോക്കിക്കോളൂ, അത് വേണമെങ്കിൽ ഞാൻ അതും കൂടി എത്തിച്ച് തരാം എന്നുള്ളത് പറയാം. അപ്പൊ അത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനുള്ളതാണ്. പിന്നെ അവർക്ക് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഒരു ഷോർട്ട് വീഡിയോസ്, ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ നിമ്മി മാഡത്തിന്റെ ചാനലിൽ ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമുക്ക് വരാറുണ്ട്, വളരെ ഷോർട്ട് വീഡിയോസാണ്, അതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പൊ എന്താ വെച്ചാൽ അവർ തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ അത് ഏറ്റവും കൂടുതൽ സഹായിക്കും. ഇനി മൂന്നാമത്തതാണ് എന്താ, ATM. ATM എന്ന് വെച്ചാൽ ആരാ, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വരുമാനം ഉണ്ടാക്കി തരുന്ന ആൾക്കാരെയാണ് ATM എന്ന് പറയുന്നത്, അതായത് ആക്റ്റീവ് ടീം മെമ്പേഴ്സ്. അവരെങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം, അവരൊരു മാസത്തിന്റെ അവസാനം വിളിച്ചാൽ പോരാ, അവരൊരു മാസത്തിന്റെ തുടക്കത്തിൽ വിളിച്ച് ചോദിക്കണം, എന്താണ് ഈ ആഴ്ചത്തെ പ്ലാൻ എന്താണ്. അവരോട് ചോദിക്കണം, വാട്ട് ഈസ് യുവർ പ്ലാൻ. ഒരു ഫോളോ അപ്പ് കോൾ വേണം, ഈ ആഴ്ച എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അവരെ വിളിച്ച് ചോദിക്കണം. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ആ കോളാണ് ശരിക്കും പറഞ്ഞ എന്തുണ്ടാവുക, അവരെ ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക. സോ ATM, ആക്റ്റീവ് ടീം മെമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, കോൾ ത്രൂ ഫോളോ അപ്പ് ചെയ്യണം. അവരെ നല്ലൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ, ഈ നാളെ നല്ലൊരു പ്രോഗ്രാം നടക്കാൻ പോവുകയാണ്, അതിഥിയായിട്ട് ഗോപകുമാർ സാർ ആണ് വരുന്നത്, ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ, നിങ്ങളൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നതിന്റെ 10-1 സമയം മതി അവരെ വിളിച്ച് നിങ്ങൾ ഈ കാര്യം പറയാന്നുള്ളത്. അപ്പൊ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ അയാൾ കാണാം, കാണാതിരിക്കാം. ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്ത് ലീഡേഴ്സിനെ മെസ്സേജ് അയച്ച് ലീഡേഴ്സിന് ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയും, പേഴ്സണലി വിളിച്ച് പറഞ്ഞതിന് ശേഷം അവരുടെ ലിസ്റ്റ് എടുക്കാൻ ചോദിക്കുമ്പോൾ അവർ പറയും, സാറേ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് എല്ലാവർക്കും, പക്ഷെ ആരും ഇതുവരെ ഒന്നും തന്നില്ല. മെസ്സേജ് അയച്ച് ആരും തരാൻ ആരും തരില്ല. ഒരു മരണം നടന്നു, ആ മരണം നടന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, നിങ്ങൾ അവർക്ക് ഒരു മെസ്സേജ് ഇടാണ്, ആദരാഞ്ജലികൾ, സ്നേഹപൂർവ്വം സോ ആൻഡ് സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഒരിക്കലും ഓർക്കില്ല. പക്ഷെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കി കഴിഞ്ഞാൽ ബന്ധം ഒന്നുകൂടി സ്ട്രോങ് ആയിരിക്കും. എടാ എനിക്ക് വരാൻ പറ്റില്ല, ഇന്ന സ്ഥലത്തായിരുന്നു, വെരി സോറി, ചടങ്ങൊക്കെ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് അവരുടെ കൂടെ ചെലവഴിച്ചാൽ അവർ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു മൂല്യം തരും. നിങ്ങൾ പോകേണ്ട ഒരു കല്യാണത്തിന് നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, നിങ്ങളൊരു മെസ്സേജ് അയച്ചു, ഹാപ്പി മാരീഡ് ലൈഫ്, എത്താൻ സാധിച്ചില്ല, ക്ഷമിക്കണം. അവര് തിരിഞ്ഞു പോലും നോക്കില്ല നിങ്ങളെ. പക്ഷെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ഒരാള് വീട്ടിൽ വന്നിട്ട് വിളിക്കാത്ത കല്യാണത്തിന് നമ്മൾ പോവാത്തെ? കാരണം എന്താ അതിന്റെ അർത്ഥം,
അയാൾ നമുക്ക് വേണ്ട രീതിയിലെ പ്രാധാന്യം തന്നില്ല എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ട്, ശരിയല്ലേ? ഇതേ പ്രാധാന്യം നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ ആഗ്രഹിക്കില്ലേ? അപ്പോ നമുക്ക് മാസാവസാനം പി വി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അവരെ വിളിച്ചാൽ പോരാ, അവരെ വിളിക്കണം. അവരെ ടൈമിൽ നമ്മൾ വിളിക്കണം, അവരോട് ചോദിക്കണം എന്ത് രീതിയിലാണ് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുക, എന്ത് ഹെൽപ്പാണ് വേണ്ടത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്, ഇത് ചോദിക്കണം. മൂന്നേ ചോദ്യങ്ങൾ ചോദിക്കണ്ടോ? ഒന്ന്, സുഖാണോ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ? മൂന്നാമത്തെ കാര്യം, എന്റെ എന്ത് സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത്? ഈ മൂന്ന് കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല. അവർ നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് പറയും അവർക്ക് എന്താ വേണ്ടത്, അത് ചെയ്തു കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി അത് അവരുടെ വളർച്ചയ്ക്ക് വലിയൊരു കാരണമായിട്ട് മാറും. നാലാമത്തതാണ് എന്താ, ഇൻആക്റ്റീവ് ആയിട്ടുള്ള ലീഡ്സ്. അതായത് ഇവർ ചില സമയത്ത് നല്ല ആക്റ്റീവ് ആയിരിക്കും, ചില സമയത്ത് എന്തായിരിക്കും, ഒന്ന് ഡൾ ആയിരിക്കും. അപ്പൊ ഇൻആക്റ്റീവ് ആയിട്ടുള്ള ലീഡ്സ് ഉണ്ട്, അവരെ നമ്മൾ ഇപ്പോഴും കോൺടാക്റ്റിൽ വെക്കുക, ഒരിക്കലും തള്ളിക്കളയരുത്. ഇപ്പൊ നമ്മൾ അവരോട് ചെന്ന് പറഞ്ഞു, അവർ നോ പറഞ്ഞു. തുടക്കത്തിൽ നിങ്ങൾ ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അവരോട് പോയപ്പോൾ അവര് നോ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു വട്ടം മാത്രം നിങ്ങളുടെ നിന്ന് പർച്ചേസ് ചെയ്ത് പിന്നെ വാങ്ങാതിരിക്കുന്ന ആൾക്കാർ, അവരൊരിക്കലും നമ്മൾ ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുത്. അവരിടയ്ക്കൊക്കെ വിളിച്ചു ചോദിക്കുക എന്തൊക്കെയുണ്ട്, സുഖാണോ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു. പിന്നെ ഞാൻ വിളിച്ചത് വേറൊന്നുമല്ല, നമ്മുടെ കമ്പനിയുടെ പ്ലാനൊക്കെ ചെറുതായിട്ടൊന്ന് മാറി. ഇപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ ഒരു സംവിധാനമൊക്കെ വന്നിട്ടുണ്ട്. ഓരോ 6 മാസം നിരന്തരമായ പർച്ചേസിൽ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ കുറച്ച് നാളായിട്ട് പർച്ചേസ് ഇല്ല എന്നുള്ളത് എനിക്ക് അറിയാം. അപ്പൊ ഇത് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരിക്കലും നമ്മൾ സമ്മർദ്ദം ചൊലിക്കുന്ന രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കരുത്. അവരെ ഒരു കുഷ്ടാന്വേഷണത്തിൽ നമ്മൾ വിളിക്കുക, കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കാന്ന് അറിയോ? ഓട്ടോമാറ്റിക്കലി അവര് ഈ സിസ്റ്റത്തിലേക്ക് വരും. അഞ്ചാമത്താണ് ടെർമിനേറ്റഡ്. നമ്മൾ വന്ന സമയത്ത് നമുക്ക് ഇതിനെ പറ്റിയിട്ട് എല്ലാ അറിവും കിട്ടിയിട്ട് ഒരിക്കലും പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വന്നു, ഉള്ള അറിവ് വെച്ചിട്ട് നമ്മൾ കുറച്ച് പേരോട് പറഞ്ഞു. ആ അറിവ് അവരെ കൺവിൻസ് ചെയ്യാനോ അവരെ പിടിച്ചു നിർത്താനോ അത്ര പോരായിരുന്നു. അപ്പൊ നമ്മൾ അവരെ വിളിച്ചിട്ട് ചോദിക്കുക എന്തൊക്കെയുണ്ട്, സുഖമാണോ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖം, ഇതൊക്കെ ചോദിച്ചതിന് ശേഷം ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിച്ചതിന് ശേഷം നമ്മൾ പറയാം, എനിക്കിതിലൊന്നും അറിയാത്ത സമയത്താണ് ഞാൻ താങ്കളെ കാണുന്നതും ഈ ആശയത്തെ പറ്റി പറയുന്നതും. എന്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനും ഉൾക്കൊള്ളാനും എന്റെ കൂടെ വരാനും സാറ് അല്ലെങ്കിൽ മാഡം റെഡിയായി. അപ്പൊ അതിന് തന്നെ ആദ്യം തന്നെ ഞാനൊരു താങ്ക്സ് പറയാണ്. ഇന്ന് നിങ്ങൾ എന്റെ കൂടെ അന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ലെവലിലേക്ക് എത്തില്ലായിരുന്നു. അപ്പൊ ഇന്ന് സിസ്റ്റം എനിക്കറിയാം, ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ട് അറിയാം, നല്ലൊരു ടീം ഉണ്ട്, ഇന്ന് മോശമില്ലാത്തൊരു വരുമാനം ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ തുടക്കത്തില് ഞാനിത് പറഞ്ഞപ്പോ എന്റെ കൂടെ വന്ന ആളും എന്റെ കൂടെ ഉണ്ടായിരിക്കണം, നിങ്ങൾക്കും അത്തരത്തിലൊരു വരുമാനം നേടിത്തരുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുക? ഈ കാര്യം അവരോട് പറയേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴാണ് എനിക്ക് നിങ്ങളെ കാണാനൊന്നും പറ്റും, എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, അപ്പൊ എന്നാണ് നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റുക എന്നുള്ളതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരും പ്രശ്നം, അവിടെ തീരും പ്രശ്നം. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടെർമിനേറ്റഡ് ഐഡിയനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ സംസാരിക്കാത്തതുകൊണ്ടാണ് എന്ത് വരുന്നത്, റിസൾട്ട് വരാതിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ ആരെയൊക്കെ ഫോളോ അപ്പ് ചെയ്യണം? പുതിയ പ്രോസ്പെക്ട്, എക്സിസ്റ്റിംഗ് കസ്റ്റമർ, ATM ആക്റ്റീവ് ടീം മെമ്പേഴ്സ്, ഇൻആക്റ്റീവ് ലീഡ്സ് ആൻഡ് ടെർമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. ഈ 5 പേര് നമ്മൾ എന്ത് ചെയ്യണം? കോളിലൂടെ ഫോളോ അപ്പ് ചെയ്യണം. ഇനി അടുത്തതാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി ഈ സിസ്റ്റത്തിൽ വളരെ അത്യാവശ്യമായ കാര്യം. നമുക്ക് ഈ സിസ്റ്റത്തിൽ 2 തരത്തിലെ ആൾക്കാരുണ്ട്. ഒന്നാണ് മൂഡി പീപ്പിൾ. മൂഡി പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മൂഡ് ഉണ്ടെങ്കിൽ അവർ ചെയ്യുള്ളൂ. ഒരു 5 ദിവസം ചിലപ്പോൾ തകൃതിയായിട്ട് പണിയെടുക്കും, പിന്നെ 2 ദിവസം ഒരു പണിക്കും പോവില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവരുടെ നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. ഇവര് മൂഡിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുക. ചിലപ്പോ വിളിച്ചു ചോദിക്കും, പറയും സാർ ഇന്നൊരു മൂഡ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല, ഇന്നൊരു ചടപ്പായിരുന്നു. അങ്ങനത്തെ ആൾക്കാര് ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരു ലോങ് ലാസ്റ്റിംഗ് റണ്ണ് തരാൻ സഹായിക്കില്ല. പക്ഷെ ആരെ സഹായിക്കുക? ടു ഡു ലിസ്റ്റ്. ടു ഡു ലിസ്റ്റ് ഉള്ള ആൾക്കാർ. അതായത് ഇന്ന് എനിക്ക് ജലദോഷമാണ്, നോ പ്രോബ്ലം, പഞ്ചതുളസി കഴിച്ചിട്ട് ഞാൻ ഇറങ്ങും. ഇന്ന് എനിക്ക് തലവേദനയാണ്, നോ പ്രോബ്ലം, പഞ്ചതുളസി ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങും. അങ്ങനെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിന് പരിഹാരം കണ്ടെത്തി ഇറങ്ങിയേ തീരും. ഞാൻ ഇന്നൊരു 5 കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ 5 കാര്യം ചെയ്തിട്ട് തിരിച്ചു വീട്ടിൽ കയറുള്ളൂ. എന്തുണ്ടെങ്കിലും അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് വേണ്ട. ടു ഡു ലിസ്റ്റ്. ടു ഡു ലിസ്റ്റ്. നിങ്ങളുടെ വിജയസ്ഥാനത്തിൽ എത്തുന്ന വരെ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള അനുമതി ഇല്ല. യു ഹാവ് ടു ഗോ. യു ഹാവ് ടു ഗോ. നിങ്ങളൊരു ജോലിയിലാണെങ്കിൽ ഈ നിസ്സാര കാര്യം പറഞ്ഞ് നിങ്ങൾ ലീവ് എടുക്കൂ? ഇല്ല. പാരസെറ്റമോൾ കഴിച്ചിട്ട് നിങ്ങൾ പോവും. കാരണം എന്താ? അത് ജോലിയാണ്, അതിന് അതിൻ്റെതായ പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതേ രീതിയിൽ RCM നിങ്ങൾ അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾ ഇന്നൊരു 5 കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ 5 കാര്യം ചെയ്തിട്ട് വീട്ടിൽ കയറിയാൽ മതി. ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കൂ. എവറിഡേ ലിസ്റ്റ്, എവറിഡേ ലിസ്റ്റ്, ടു ഡു ലിസ്റ്റ്. ആ ടു ഡു ലിസ്റ്റ് ഉള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുക? വിജയിക്കുക. കാരണം അവർക്ക് എക്സ്ക്യൂസ് ഇല്ല, അവർക്ക് അത് ചെയ്തേ പറ്റൂ. ആ 5 കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർ അസ്വസ്ഥരാകും. ആ 5 കാര്യങ്ങൾ അവർ നേടിയെടുത്തില്ലെങ്കിൽ അവർക്ക് അടുത്ത ലെവലിലേക്ക് എത്താൻ പറ്റില്ലെന്ന് അവർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. പക്ഷെ മൂഡി പീപ്പിൾ എങ്ങനെയാ? ഇന്നും മഴയല്ല, ഇന്ന് വേണ്ട, ഇന്നലെ രാത്രി നല്ല മഴയാ, അപ്പൊ പിന്നെ ഇന്നും മഴയായിരിക്കും. ഇന്നിപ്പോ ഞങ്ങളുടെ അവിടെ ഉത്രാളിക്കാവ് പൂര, അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ആരും വരില്ല.
ആരും വരില്ല. പക്ഷെ അന്ന് ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ വീട്ടിലുണ്ടായിരിക്കും. എല്ലാവരും ഇപ്പൊ പൂരത്തിന് പോണ ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇങ്ങനെ കുറെ മൈൻഡ് ബ്ലോക്കുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നോമ്പാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ലീഡറായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഒരു പ്രോഗ്രാം വെക്കണോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാറേ ഈ രാവിലെ ഒന്നും ആരും വരില്ല. ഞാൻ ചോദിച്ചു ഈ രാവിലെ എന്താ പണി? സ്ത്രീകൾക്ക് ഇപ്പൊ പള്ളിയിൽ പോകേണ്ട കാര്യങ്ങളൊന്നും ചെയ്യണ്ട, അവർക്ക് അന്ന് പാചകവും കാര്യങ്ങളൊന്നും ഇല്ല, വൈകുന്നേരം ഉള്ളൂ. അപ്പൊ അവരെ സംബന്ധിച്ച് അവർ ഫ്രീ ആണ്, അവർ വരും. അതേ സമയത്ത് ഞാൻ വേറൊരു ലീഡറിനെ വിളിച്ചു ചോദിച്ചു, സാറേ ഇന്ന ദിവസം വെച്ചല്ലോ. ഓ അതിനെന്താ സാറേ വരും പറഞ്ഞു. ആ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സഹോദരർ വന്നു. കാരണം ആ സമയത്ത് അവർ ഫ്രീ ആണ്, അവർക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ ഒരുപാട് ലേഡീസ്, എനിക്ക് തോന്നുന്നു 18ഓളം ലേഡീസ് വന്നു. കാരണം ആ ടൈം ഫ്രീ ആണ്. അപ്പൊ നമ്മൾ ഒരേ കാര്യത്തെ നോക്കി കാണുന്ന രണ്ട് ഡിഫറെന്റ് രീതിയിലാണ്, രണ്ട് ഡിഫറെന്റ് മനോഭാവത്തിലാണ്. മൂടി ആൾക്കാർ ആദ്യത്തെ രീതിയിൽ പറയും, ടു ഡു ലിസ്റ്റുള്ള ആൾക്കാർ എന്ത് പറയും? അവർ ഈ രീതിയിൽ പറയും. അവരത് ചെയ്തേ തീരുന്നേ. ഇപ്പോ ഇന്നലെ ഒരു ഇന്നൊരു പ്രോ ഇന്നലെയാണോ, ആ ഇന്നലെ ഒരു പ്രോഗ്രാം നടക്കണം. പക്ഷെ അത് അറേഞ്ച് ചെയ്ത ലീഡർ അദ്ദേഹത്തിന് പോകാൻ സാധിച്ചില്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് നല്ല ചുമയാണ്, അദ്ദേഹത്തിന്റെ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചു, പറഞ്ഞു സാറേ എന്താ ചെയ്യുക, എനിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷെ പ്രോഗ്രാം മുടങ്ങാനും പാടില്ല. മാറ്റിവെക്കേണ്ട ഒരു കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞില്ല. സാറേ എനിക്ക് അവിടേക്ക് ഒരാളെ വേണം, പ്ലേസ് ചെയ്തേ പറ്റൂ. അങ്ങനെ ചോദിക്കണം. അത് ടു ഡു ലിസ്റ്റ് ആണ്. പക്ഷെ മൂടി പീപ്പിൾ ആണെങ്കിൽ എന്താ, അല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ല, ഇപ്പൊ വേറെ ആരെയും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം, എന്തിനാ പിന്നെ വെറുതെ, ഇപ്പൊ അടുത്ത മാസം നമുക്ക് നോക്കാം അല്ലെ എന്ന് പറ. ഇത് എന്താണ് മൂടി പീപ്പിളിന്റെ ലക്ഷണം. പക്ഷേ ടു ഡു ലിസ്റ്റ് ആണെങ്കിൽ എന്താണ്, ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്തു, എന്റെ കഴുത്തിന് മേലെ തലയുണ്ടെങ്കിൽ ഞാൻ പോയിരിക്കും, വാട്ട് എവർ ബി ദ കേസ്. അല്ലെങ്കിൽ ഞാനൊരു റീപ്ലേസ്മെന്റിന് എന്ത് ചെയ്യും, അവിടേക്ക് എത്തിച്ചിരിക്കും. അതാണ് ടു ഡു ലിസ്റ്റ്. അങ്ങനെ ടു ഡു ലിസ്റ്റ് ഉള്ള ആൾക്കാരാണ് എന്താവുക, കൺസിസ്റ്റൻസി ഉള്ള ആൾക്കാരായിട്ട് മാറുക. കാരണം അവരെന്നും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ തീരൂ. അത് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര അസ്വസ്ഥതയായിട്ട് മാറും. സോ ആ ലെവലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ മാറ്റണം. അടുത്തതാണ് എന്താ, നിങ്ങൾ ട്രെയിനിങ് എടുക്കുന്ന ആളാണോ, നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ആളാണോ, നിങ്ങൾ ലീഡർഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളാണോ, ഇത് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ ട്രെയിനിങ് എടുക്കണം. എന്തിനാ ട്രെയിനിങ് നോക്കൂ. ഞാൻ ബിഗിനർ ആയിട്ട് വരുന്ന സമയത്തുള്ള എന്റെ സംസാരമായിരിക്കില്ല ഞാൻ സ്റ്റാർ ആവുമ്പോൾ എന്റെ സംസാരം ആവാൻ പാടില്ല ഞാൻ റോയൽറ്റി ആവുമ്പോൾ. ഞാൻ ടെക്നിക്കൽ ആവുമ്പോൾ ഒരിക്കലും റോയൽറ്റിയിൽ ഞാൻ സംസാരിച്ച രീതിയിലല്ല സംസാരിക്കേണ്ടത്. ഇതൊക്കെ എന്താ പറയാ, സ്ഥാനം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കോലവും മാറണം, നമ്മുടെ സംസാരവും മാറണം, നമ്മുടെ സ്കില്ലുകളും മാറണം. ഇത് ഡെവലപ്പ് ചെയ്യണം. കാരണം ബിഗിനറിൽ ഇപ്പൊ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ 1-on-1 ചെയ്യാൻ നിങ്ങൾക്ക് അറിയും. പക്ഷേ അടുത്ത ഓപ്പണർ ലെവലിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഹോം മീറ്റിംഗ് നടത്താൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതൊക്കെ എവിടുന്ന കിട്ടുക, ട്രെയിനിങ് നിന്നാണ് കിട്ടുക. ആ ട്രെയിനിങ് ആണ് എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ ലീഡർഷിപ്പും കൂട്ടുന്നത് അല്ലെ. മൈക്കിൾ ഫിലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലോക പ്രശസ്തനായിട്ടുള്ള ഒരു നീന്തൽക്കാരനെ നിങ്ങൾക്ക് അറിയാം. അദ്ദേഹം ഒളിമ്പിക്സിലൊക്കെ അനവധി മെഡലുകൾ വാങ്ങിയ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ 11 കൊല്ലം നിരന്തരമായിട്ട് അതിനെ പെർഫെക്റ്റ് ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്തതിന്റെ പരിണിത ഫലമാണ് ഇന്ന് അദ്ദേഹം ലോക ചാമ്പ്യനായിട്ട് അറിയപ്പെടുന്നത്. ഈ ട്രെയിനിങ് ആണ് ലോകത്തിലെ ഏത് വ്യക്തിയും സക്സസ്ഫുൾ ആക്കിയിരിക്കുന്നത്. യൂസഫ് അലി സാർ ട്രെയിനിങ് എടുത്തില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അദ്ദേഹവും എന്ത് ചെയ്തിട്ടുണ്ട്, ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ മികച്ചതാക്കാനുള്ള ട്രെയിനിങ്ങൾ അദ്ദേഹത്തെക്കാളും കഴിവും അറിവുമുള്ള ആൾക്കാരിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു കച്ചവടം തുടങ്ങി അദ്ദേഹം വിജയിച്ചു. പക്ഷെ ആ വിജയത്തിനെ നിലനിർത്തണമെങ്കിൽ എന്ത് വേണം, ട്രെയിനിങ് വേണം. അങ്ങനെ ട്രെയിനിങ് എടുക്കുന്ന ഒരാളാണോ നിങ്ങൾ, ട്രെയിനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ, ട്രെയിനിങ്ങിന് ടീമിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണോ നിങ്ങൾ? നോക്കൂ, എന്തിനാണ് ട്രെയിനിങ്? നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ സെയിൽസിന് വിട്ടു കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് ഉണ്ടാവുന്ന റിയാക്ഷനെ എങ്ങനെ നേരിടണം, പോസിറ്റീവായിട്ട് നേരിടണോ നെഗറ്റീവായിട്ട് നേരിടണോ എന്നുള്ളത് അവർക്ക് അറിയില്ല. അവരൊരാളെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ എന്ത് പറയണം, എങ്ങനെ പറയണം, ഏത് രീതിയിൽ പറയണം എന്നൊന്നും അവർക്ക് അറിയില്ല. കാരണം അവർ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, നമ്മുടെ ടീമിനെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് എന്ത് ചെയ്യണം, ട്രെയിനിങ് കൊടുക്കണം. രണ്ടുപേരെ വിളിക്കുക, എന്നിട്ട് പറയാം, സാറേ ഈ പ്രൊഡക്റ്റ് ഇന്ന ആൾക്ക് വിൽക്കണം, എങ്ങനെ വിൽക്കുമെന്ന് കാണിച്ചു തരും. അയാൾ അത് വിറ്റിട്ട് അതിൽ എന്തെങ്കിലും ഒരു കുഴപ്പമോ പ്രശ്നമോ ഉണ്ടെങ്കിൽ അത് അവരോട് എടുത്ത് പറയാം, സാറേ ഇത് ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അങ്ങനെ അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യിപ്പിച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ തന്നെ നാളെ ഞാൻ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നേരിടാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അത് വെച്ച് അവർ സെയിൽസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് റിജക്ഷൻ കിട്ടിയാലും ഒരു കുഴപ്പമുണ്ടാവില്ല. അതുപോലെ തന്നെ ഫോൺ വിളിച്ചൊരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ആ ടീമിലെ രണ്ടുപേരെ വിളിക്കുക, എന്നിട്ട് പറയാം, സാറ് ഇന്ന ആളെ വിളിക്കൂ, നിങ്ങൾ സുഹൃത്തുക്കളാണ്, നാളെ ഒരു മീറ്റിങ്ങിന് നിങ്ങൾക്ക് അയാളെ കൊണ്ടുപോകണം, എങ്ങനെ വിളിക്കും? ഇതൊന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച തീർച്ചയായിട്ടും അവർക്ക് അത് ഫീൽഡിൽ പ്രവർത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇറ്റ് വിൽ ബി വെരി ഈസി. അത് മാത്രമല്ല ആ പ്രോസസ്സ് വളരെ എന്താവും, എൻജോയബിൾ ആയിരിക്കും. സോ ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് മൈൻഡിന് ട്രെയിനിങ് കൊടുക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നെഗറ്റീവ് ആവും. സോ കീപ് യുവർ മൈൻഡ് ട്രെയിൻഡ്. ആ ട്രെയിനിങ് നമുക്ക് എവിടുന്ന് കിട്ടുന്നു അവിടെയൊക്കെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുക,
ട്രെയിനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അത് നിങ്ങളുടെ സ്കില്ലിനെ വളർത്തും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഒരു സ്റ്റേജ് കൈകാര്യം ചെയ്യുന്ന സ്കില്ല്, ഒരു സെയിൽ ചെയ്യുന്ന സ്കില്ല്, ഡ്രസ്സ് ചെയ്യുന്ന സ്കില്ല്, ഇതൊക്കെ എന്ത് ചെയ്യും? അത് നിങ്ങളെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്ന മാത്രമല്ല, അത് നിങ്ങളുടെ ബിസിനസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? ലീഡർഷിപ്പ് ലെവലിലേക്ക് എത്തുള്ളൂ. ഒരുപാട് ടെക്നിക്കൽ അച്ചീവേഴ്സ് ഉണ്ട്, ഒരുപാട് എന്താ പറയാ വലിയ പിൻ ഹോൾഡേഴ്സ് ഉണ്ട്. കോർ ലീഡേഴ്സിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അനവധി പിൻ ഹോൾഡേഴ്സ് ഉണ്ട്. പക്ഷെ എത്ര പേരുടെ പേര് നമുക്കറിയാം? എത്ര പേരെ ഓൾ ഇന്ത്യ തലത്തിൽ അറിയപ്പെടുന്നു? നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം. 44 കോർ ലീഡേഴ്സിൽ എത്ര പേരുടെ പേര് മുഴങ്ങി കേൾക്കുന്നു? വൈ? ബിക്കോസ് കേൾക്കുന്ന പേരുകളൊക്കെ എന്തായിരിക്കും? ദേ വിൽ ബി ട്രെയിൻഡ്, ദേ വിൽ ബി സ്കിൽഡ് ആൻഡ് ദേ ഹാവ് ദാറ്റ് ലീഡർഷിപ്പ് ക്വാളിറ്റി. മറ്റേ ആൾക്കാർ എങ്ങനെയായി? അവർക്ക് കുറച്ചും കൂടി ആൾക്കാർ വന്നു, അവർ തുടക്ക സമയങ്ങളിൽ ജോയിൻ ചെയ്ത ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ ബാക്കി ബിസിനസ് ഒക്കെ താഴെ വന്നപ്പോൾ അവരായി. പക്ഷെ എല്ലാവരുടെയും പേര് നമുക്ക് ഓർമ്മയില്ലാത്തതും ചില ആൾക്കാരുടെ പേര് ഓർത്ത് വെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ദേ ആർ ട്രെയിൻഡ്, ദേ ആർ സ്കിൽഡ് ആൻഡ് ദേ ആർ ലീഡേഴ്സ്. സോ ഇത് നമ്മൾ മനസ്സിലാക്കണം. ട്രെയിനിങ്ങിന് അതിൻ്റെതായ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. പിന്നെയാണ് റോങ് എക്സ്പെക്ടേഷൻ ആൻഡ് ഇംപേഷൻ. നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഏത് തരത്തിലെ എക്സ്പെക്ടേഷൻ ആണ് സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലൊരു റിയാലിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കണം. ഇപ്പൊ ഒരാൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞ അയാളെ കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം തുടക്കത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ബിസിനസ്സിൽ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. നോക്കൂ, ഈ ബിസിനസ്സിൽ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായിരിക്കും. ഒരിക്കലും പറയരുത് കുറവായിരിക്കുന്നത്. നിങ്ങൾ ഒരു ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഫിക്സഡ് ഇൻകം കിട്ടും. പക്ഷെ ഇവിടെ നിങ്ങളുടെ ഈ കമ്മീഷൻ എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. ആ വേരിയബിൾ കമ്മീഷൻ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാങ്ങാം. പക്ഷെ അത് നിങ്ങളുടെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായിട്ടിരിക്കും. പക്ഷെ ഞാൻ പറയുന്നു, ആദ്യത്തെ ഒരു മാസം നിങ്ങൾ ഇതിനെ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തൂ. രണ്ടാമത്തെ മാസം തൊട്ട് നിങ്ങൾ ഏർണിംഗ് ലെവലിലേക്ക് വരും. ഇതാണ് റൈറ്റ് എക്സ്പെക്ടേഷൻ. റോങ് എക്സ്പെക്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ് വാ, ഒന്നും ചെയ്യണ്ട, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഈ ഒന്നും ചെയ്യേണ്ട ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഉണ്ടായ ഒരു കേസ്, ഒരു മാഡത്തിനെ കൊണ്ടുവന്ന വ്യക്തി എന്ന് പറയുന്നത് നല്ല എന്താ പറയുക, എഡ്യൂക്കേറ്റഡ് ആണ്, നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്, അവർക്ക് അത്യാവശ്യം നല്ലൊരു വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ആർസ്യം ചെയ്യേണ്ട ഒരു, വരുമാനത്തിൽ ചെയ്യേണ്ട ഒരു ആവശ്യകത അവർക്ക് പ്രകടമായിട്ടില്ല. അപ്പൊ അവരെ കൊണ്ടുവന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഡം ഒന്നും ചെയ്യണ്ട, മാഡം ജസ്റ്റ് വന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് സ്റ്റാർട്ടർ ആവാനുള്ള ഒരു ഇത് വന്നപ്പോ ചെറിയൊരു വോളിയത്തിന്റെ കുറവുണ്ട്. അപ്പൊ ഇവര് വിളിച്ചു പറഞ്ഞു, മാഡം ഈ ഒരു വോളിയം കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഡത്തിന് സ്റ്റാർട്ടർ ആവാന്ന് പറഞ്ഞു. അപ്പൊ അവര് തിരിച്ചു പറഞ്ഞു, അത് ഞാൻ എന്തിനാ സെറ്റ് ചെയ്യണേ? മാഡം അല്ലേ പറഞ്ഞേ എല്ലാം മാഡം ചെയ്തോളുന്നത്, പിന്നെ ഞാനായിട്ട് എന്തിനാ ചെയ്യുന്നത്? എന്തുകൊണ്ടത് സംഭവിച്ചേ? റോങ് എക്സ്പെക്ടേഷൻ. മാഡം ഒന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ ചെയ്താൽ മതി. സോ ഇതൊരിക്കലും എന്താ പറയാ നമുക്ക് റിസൾട്ട് തരില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഒരാളെ കൊണ്ടുവരരുത്. എന്താണ് ഇതെന്ന് ശരിയായിട്ട് പറഞ്ഞു കൊടുക്കുക. ഏതൊരു ജോലിയിലും പണിയെടുക്കേണ്ട പോലെ ഇവിടെയും പണിയെടുക്കണം. പണിയെടുക്കാതെ ഒന്നും കാശ് കിട്ടില്ല. പക്ഷേ അവിടെ നിങ്ങൾക്കൊരു ഫിക്സഡ് ഇൻകം തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങളുടെ പണിക്ക് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, വരുമാനം കൂട്ടാൻ സാധിക്കാം. ആ ജോലിക്ക് കൊടുക്കേണ്ട അതേ പ്രാധാന്യം തന്നെ നിങ്ങൾ ഈ ജോലിക്കും കൊടുക്കണം. ഇത് റൈറ്റ് എക്സ്പെക്ടേഷൻ ആണ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ നിങ്ങൾ ആ പ്രാധാന്യം കൊടുത്തോ, ഈ ബിസിനസ് നിങ്ങൾക്ക് അതിന്റെ പ്രാധാന്യം തരാം. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന വരുമാനമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് മേടിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്ന കുറച്ച് പ്രോസസ്സിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? കടന്നു പോകണം. പിന്നെയുള്ളതാണ് എന്താ? ഇംപേഷ്യൻസ്. ഇംപേഷ്യൻസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുള്ള ഒരു ആഗ്രഹം. പെട്ടെന്ന് 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 വരണം. അങ്ങനെയൊന്നും നടക്കില്ല. അത് എന്താ പറയാ, ഒരു ബിസിനസ്സിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണം. കാരണം ഇത് ഏറ്റക്കുറച്ചിലെ ബിസിനസ്സാ. ഒരു മാസം ചിലപ്പോൾ കയറും, ഒരു മാസം കുറയും, ഒരു മാസം കയറും, ഒരു മാസം എപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സും ലോകത്തിൽ എവിടെയും കണ്ടുപിടിച്ചിട്ടില്ല. എവിടെയും കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പം എന്റെ ഇവിടെ തൊട്ടടുത്ത് കരിക്ക് ഷേക്ക് കിട്ടുന്ന ഒരു കടയുണ്ട്. ഭയങ്കര ഫേമസാ. വേറെ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ കരിക്ക് ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വരും. ഇപ്പൊ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 2-3 കൊല്ലായി. അപ്പൊ ഇത് എല്ലാ മാസവും ഇതേ കച്ചവടം വരുന്ന അവർക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല. കാരണം മഴക്കാലം വന്നിട്ടുണ്ടായിരിക്കും, ഷേക്ക് കുടിക്കാനുള്ള ഒരു ടെൻഡൻസി പൊതുവെ കുറയും. കരിക്കിന് എന്താ പറയാ, സീസൺ കുറഞ്ഞു വരുമ്പോൾ ആ ടൈമിൽ അത് കിട്ടാത്ത ലഭ്യത വരും. ഇതൊക്കെ അവർ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ദേ ആർ വെരി ഗുഡ് ആൻഡ് വെരി എന്താ പറയാ പ്രാക്ടിക്കൽ അബൌട്ട് ദ റിസ്ക്. അപ്പൊ ആ സമയത്ത് ഉണ്ടാവില്ല കച്ചവടം. ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റുമോ വേണം 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 വേണം? പറ്റില്ല. സോ ഇംപേഷ്യന്റ് ആവരുത്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. സോ വാണ്ടിങ് റിസൾട്ട്സ് ഇൻസ്റ്റന്റ്ലി, ഇപ്പൊ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടണം, ഒരിക്കലും നടപടിയാവുന്ന കാര്യമില്ല. അപ്പൊ നമുക്ക് ഇതിൽ വേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്, പേഷ്യൻസ്. ശരിയായ എക്സ്പെക്ടേഷൻസും പേഷ്യൻസും നിങ്ങളുടെ കൂടെ വരുന്ന ആളുടെ കൂടെ സെറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. കാരണം തുടക്കം എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് ഫേസാ അല്ലെ? ഒരാള് നേരിട്ട്
ഒരിക്കലും ഒരു ജോലിക്ക് പോവോ? അയാൾക്ക് ക്വാളിഫിക്കേഷൻ വേണം. ആ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അയാളുടെ ബിൽഡിംഗ് ഫേസാ. ഒന്നാം ക്ലാസ് തൊട്ട് കോളേജ് വരെയുള്ളത് ആളുടെ ബിൽഡിംഗ് ഫേസാ. ആ ബിൽഡിംഗ് ഫേസ് കഴിഞ്ഞാലാണ് ഇയാള് നല്ലതാണോ അല്ലെങ്കിൽ ഇയാൾ എടുക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ നമ്മൾ തുടക്കത്തിൽ ഇതിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ ബിൽഡിംഗ് ഫേസിലാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ആ റിയാലിറ്റി നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരിൽ സെറ്റ് ചെയ്യുക. പിന്നെയാണ് അപ്ഗ്രേഡ് യുവർ വർക്കിംഗ് സ്റ്റൈൽ. നിങ്ങളുടെ വർക്കിംഗ് സ്റ്റൈല് അപ്ഗ്രേഡ് ചെയ്യുക. തുടക്കകാലത്തിൽ നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിൽ ആൾക്കാരെ കൊണ്ടുവരാൻ 1-on-1 മതിയായിരുന്നു. പക്ഷെ പിന്നീട് നിങ്ങളുടെ ടീം വളരുന്നതിനനുസരിച്ചിട്ട് 1-on-1 എന്നുള്ളത് പ്രാവർത്തികമായ ഒരു കാര്യമല്ല. ടീമിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് ടീമുമായിട്ട് ബന്ധപ്പെടാൻ ഏറ്റവും ശക്തമായ ടൂൾ, ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം റിസൾട്ട് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂളാണ് സൂം എന്ന് പറയുന്നത്. ആ സൂമിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തേ പറ്റൂ. നിങ്ങൾ ഒരാളോട് പറയുന്ന സമയം ഇപ്പോൾ അത്ര സമയം ചെലവഴിക്കാനില്ല. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാരോട് പറയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പോൾ ഒരു 1-on-1-ൽ നിന്ന് ഒരു ഹോം മീറ്റിംഗിലേക്കോ ഒരു ഹോൾ മീറ്റിംഗിലേക്കോ നമ്മൾ മാറ്റണം. അപ്പൊ നമ്മുടെ വർക്കിംഗ് സ്റ്റൈല് ഇപ്പോഴത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറ്റിയേ പറ്റൂ. അതിന് സൂം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, സഹായം ചെയ്യും. കാരണം ടീമിൽ ഓരോ ആൾക്കാരെയും നമ്മൾ ഒരു പെർട്ടിക്കുലർ കാര്യം പറയാൻ വേണ്ടി വിളിക്കുക എന്ന് പറയുന്നത് സമയം കളയുന്ന ഒരു കാര്യം. പക്ഷെ ഇത്രയും ആൾക്കാരെ നമുക്ക് ഒറ്റ കോളിൽ എടുത്തുകൊണ്ട് അവർക്ക് ഈ ആശയത്തെ ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് സൂം പോലത്തെ പ്ലാറ്റ്ഫോം സഹായകരമാവും. പണ്ട് നമുക്ക് ഒരു ബോർഡും പേനും മതിയായിരുന്നു ഇതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ കാണാൻ. പക്ഷെ ചെറുപ്പക്കാരും പുതിയ തലമുറയിലെ ആൾക്കാരും വരുമ്പോൾ അവര് ബോർഡും പേനയും കാണുമ്പോൾ ചിലപ്പോൾ ഇരുന്നോളുന്നില്ല. അപ്പോൾ ലാപ്ടോപ്പിലേക്കോ അല്ലെങ്കിൽ പ്രസന്റേഷനിലേക്ക് മാറാനുള്ള സ്കില്ല് നമ്മൾ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം. സോ അപ്ഗ്രേഡ് യുവർ വർക്കിംഗ് സ്റ്റൈൽ. നിങ്ങളുടെ വർക്കിംഗ് സ്റ്റൈലിന് എന്ത് ചെയ്യുക, നിങ്ങൾ കാലത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. ആ അപ്ഗ്രഡേഷൻ നടക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും എന്ത് സംഭവിക്കുന്നത്, ആൾക്കാർ ബിസിനസ് വിട്ടു പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ തുടക്കത്തിൽ ഒരാളെ ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രൊഡക്റ്റ് പറയണം. പക്ഷേ പ്രൊഡക്റ്റിൽ മാത്രം തങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട്, അതിനപ്പുറം അവരൊന്നും പറയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇൻകം പ്ലാൻ പറയാൻ അറിയാത്തതുകൊണ്ടാണ് ആൾക്കാർ നിങ്ങളുടെ കൂടെ വരാത്തത്. കാരണം പ്രൊഡക്റ്റ് ആൾക്കാർ ഉപയോഗിക്കാൻ നിങ്ങളുടെ ജസ്റ്റ് എക്സ്പീരിയൻസ് മാത്രം മതി. പക്ഷെ അവരുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് ഉൽപ്പന്നങ്ങളെ വാങ്ങാനുള്ള ക്യാഷ് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരൊരിക്കലും സാധനങ്ങൾ പിന്നീട് വാങ്ങില്ല. അപ്പൊ ആ ക്യാഷ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ത് വേണം, നിങ്ങൾക്ക് ഇൻകം പ്ലാൻ അറിയണം. നിങ്ങൾക്ക് ഇൻകം പ്ലാൻ അറിയില്ലേ, നിങ്ങൾ പഠിക്കണം. നിങ്ങളത് എങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കണം എന്ന് അറിയണം. ഇനി പല ആൾക്കാരും പറയാനുള്ള കാര്യം, ഇൻകം പ്ലാൻ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങളോട് തന്നെ പറയാണ് ഈ ഇൻകം പ്ലാൻ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ തലച്ചോറ് എന്നത് വിചാരിക്കുക അതൊരു വിധി എഴുതും, ഇനി ഇയാളെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ ശ്രമമാണ് നിങ്ങളുടെ തലച്ചോറിനെ കൊണ്ട് ഒരു തീരുമാനം എടുപ്പിക്കുക. ഇയാൾക്ക് കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനും കൂടി ഒന്ന് സഹായിക്കാം എന്നുള്ളത്. പക്ഷെ നമ്മൾ സ്വയം തന്നെ വിധി ചെയ്താണ് എനിക്ക് ഇൻകം പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ആവില്ല. ഇപ്പോ തങ്കം ടീച്ചർ ഉണ്ട്, 80-ാമത്തെ വയസ്സിൽ, എനിക്ക് കറക്റ്റ് അല്ല 80-ാമത്തെ വയസ്സാണ് എനിക്ക് തോന്നുന്നു, 80-ാമത്തെ വയസ്സിൽ അവർ മാർക്കറ്റിംഗ് പ്ലാൻ എഴുതി വരച്ച് കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. ഹാറ്റ്സ് ഓഫ്. വേണമെങ്കിൽ തങ്ങളുടെ ടീച്ചറിന് പറയാം, ഓ ഈ പ്രായത്തിൽ ഇനിയിപ്പോ ഞാൻ എങ്ങനെ പ്ലാനൊക്കെ വരച്ചാണെന്ന് പറയാം. പക്ഷെ അതൊന്നും പറയാതെ അത് ചെയ്ത് കാണിക്കാനുള്ള ധൈര്യമാണ് അപ്ഗ്രേഡിങ് യുവർ വർക്ക് സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മുടെ വർക്ക് സ്റ്റൈൽ നമ്മൾ എന്ത് ചെയ്യുക, സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. ആ അപ്ഗ്രേഡേഷൻ വേണം. കാരണം ഇനി വരുന്നത് AI-യുടെ കാലഘട്ടമാണ്. ഇനി വരുന്നത് പുതിയ തലമുറയാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരാൻ പോകുന്നത്. അവരെ പ്രീതിപ്പെടുത്തണമെങ്കിൽ, അവർക്ക് വേണ്ടത് ഇന്ന് കിട്ടും അവർക്ക് ബോധ്യപ്പെടണമെങ്കിൽ ടെക്നോളജിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതില് കൈ കോർക്കണം. ഓൺലൈൻ ഓർഡറിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനം നമുക്ക് അറിയാം, പക്ഷെ എത്ര പേര് അത് ചെയ്യുന്നുണ്ട്? അപ്പൊ അതിന് ഓൺലൈൻ ഓർഡർ എങ്ങനെ ഇടാം? നമുക്ക് ടീമില്ലാത്തൊരു സ്ഥലത്ത് ഒരാളെ പരിചയപ്പെട്ടു, അയാളുടെ സ്ഥലത്തേക്ക് കടയോ കാര്യങ്ങളൊന്നും ഇല്ല, അയാൾക്ക് ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കാം, ഓൺലൈൻ ഓർഡറിലൂടെ എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതെങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, നമ്മുടെ ടീമിൽ എത്ര പേർക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യാൻ അറിയാം, ഇതൊക്കെ നമുക്ക് അറിയോ? ഇല്ല. ഇത് അറിയില്ലെങ്കിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. സോ വർക്കിംഗ് സ്റ്റൈൽ എന്ത് ചെയ്യണം, നമ്മുടെ അപ്ഗ്രേഡ് ചെയ്യണം. ഇനി അടുത്തതാണ് എന്താ, അപ്ലൈൻ കണക്ടിവിറ്റി. നിങ്ങളുടെ അപ്ലൈനുമായിട്ടുള്ള നിങ്ങളുടെ കണക്ടിവിറ്റി ആണ് ഈ ബിസിനസ്സിൽ നിങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നിങ്ങളുടെ അപ്ലൈനുമായിട്ട് നിങ്ങൾക്ക് ഒരു കണക്ടിവിറ്റിയും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഒരു പരിധിക്ക് അപ്പുറം നിങ്ങൾ പോവില്ല. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവർക്കും ഒരു നല്ല അപ്ലൈൻ ഉണ്ടായിക്കോളുന്നില്ല. ഞാൻ പറയുന്നു, എല്ലാവർക്കും ഒരു നല്ല അപ്ലൈൻ ഉണ്ടായിക്കോളുന്നില്ല. ചിലർക്ക് അപ്ലൈനെ തന്നെ ഉണ്ടാവില്ല, കാരണം ആരാന്നുള്ളത് ചിലപ്പോ അറിയുണ്ടാവില്ല. പക്ഷേ യു ഹാവ് എ സീരീസ് ഓഫ് അല്ലെങ്കിൽ ലൈൻ ഓഫ് സ്പോൺസേഴ്സ്. ഇതിൽ ആരെ വേണമെങ്കിലും, അതായത് നിങ്ങൾക്ക് മുകളിൽ വരുന്ന 5 പേരിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സഹായത്തിന് വേണ്ടി നിങ്ങളുടെ എന്താ പറയാ ഒരു എന്താ പറയാ നമ്മളൊരു ചാർജിങ് സ്റ്റേഷനായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താം. അവര് പറയുന്ന കാര്യങ്ങൾ, അവര് പോയ വഴികൾ, അവര് നമുക്ക് തരുന്ന അഡ്വൈസുകൾ, ഇതൊക്കെ സീക്ക് ചെയ്ത് ആ ഒരു വഴിയിലൂടെയാണ് നമ്മൾ നടക്കുകയെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് ഉണ്ടാവും. കാരണം വേറൊന്നുമല്ല, ഈ ബിസിനസ്സിൽ നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ വന്ന വഴിയിലൂടെ പോയ ഒരുപാട് ലീഡേഴ്സ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അവരെങ്ങനെ പോയി, അവർ ആ സമയത്ത് എന്ത് ചെയ്തു, അത് മാത്രം നമ്മൾ നോക്കി നേരത്തെ പറഞ്ഞ കാലഘട്ടത്തിനൊപ്പമുള്ള വർക്കിംഗ് സ്റ്റൈൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ ചെയ്താൽ മാത്രം മതി. ഇവിടെ ഞാനൊരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്.
നിങ്ങളുടെ അപ്ലൈൻ എന്ന് പറയുന്നത് നിങ്ങളെ സ്വപ്നത്തിലേക്ക് എത്തിക്കുന്ന ഒരാളാണ്. ആ സമയത്ത് ആ സ്വപ്നത്തിലേക്ക് എത്താൻ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര വലിയ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അദ്ദേഹം നിങ്ങളെ തള്ളി 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 അവിടെ എത്തിക്കും. അങ്ങനെ ഒരാളോട് നമ്മള് എന്താ പറയാ, ഇങ്ങനെ മുഖം തിരിച്ച് കയ്യും കെട്ടി നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അദ്ദേഹത്തിന്റെ കൂടെ കൈ പിടിച്ച് നമുക്ക് ആ ഡ്രീംസിന്റെ അവിടേക്ക് നീങ്ങാൻ സാധിച്ചാൽ കുറച്ചും കൂടി വേഗത്തിൽ നമുക്ക് എത്താൻ സാധിക്കും. അപ്പൊ അപ്ലൈനുമായിട്ട് കണക്ടിവിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഒരു മാസത്തിന്റെ തുടക്കത്തിൽ അപ്ലൈനെ വിളിക്കുക, അദ്ദേഹത്തിന് അടുത്ത് പോയിട്ട് ഈ മാസം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ലെഗ് സ്ട്രക്ചർ വരച്ചിട്ട് ചോദിക്കുക. ആരെ വിജയിപ്പിക്കണം, ആരെ അടുത്ത ലെവലിലേക്ക് എത്തിക്കണം, എങ്ങനെയാണ് ഞാൻ എന്റെ വർക്ക് പ്ലാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുക. അത് അദ്ദേഹം പറഞ്ഞു തരും. കാരണം നിങ്ങളെ വിജയിപ്പിച്ചാലേ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കുള്ളൂ. ഇനി നിങ്ങളെ വിജയിപ്പിക്കാത്ത ഒരു അപ്ലൈനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഈ ബിസിനസ് ഇതുവരെ മനസ്സിലായിട്ടില്ല, ഇതിന്റെ എസൻസ് മനസ്സിലായിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരു പോയിന്റിൽ അദ്ദേഹം അവിടെ നിൽക്കും. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആളാവണം എന്നില്ല. നിങ്ങളുടെ ലൈൻ ഓഫ് സ്പോൺസേഴ്സ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു തരാൻ പറ്റുന്ന ഒരാളെ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് അപ്ലൈൻ ആൻഡ് ഡൗൺലൈൻ. ആ റിലേഷൻഷിപ്പ് എന്തായിരിക്കണം? എന്നും നല്ലതായിരിക്കണം, എന്നും കാത്തു സൂക്ഷിക്കണം. ഇനിയും അദ്ദേഹം നിങ്ങളെ കൊണ്ടുവന്നു, അത് മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ. പക്ഷെ അത് പോരെ. ആ കൊണ്ടുവന്നോണ്ടല്ലേ നമ്മൾ ഇന്നൊരു വരുമാനം മേടിക്കുന്നത്? ആ കൊണ്ടുവന്നോണ്ടല്ലേ നമുക്ക് ആരോഗ്യം കൊണ്ടുവന്നോണ്ടല്ലേ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇരിക്കുന്നത്? ആള് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന അറിവ് നമുക്ക് കിട്ടുമോ? ആള് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നമുക്ക് ഇന്ന് കിട്ടുമോ? സോ എന്തുണ്ടായാലും, എനിത്തിങ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, അദ്ദേഹം ചിലപ്പോൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിനൊക്കെ നമുക്ക് മാറ്റി വെക്കാൻ ഈ ഒറ്റൊരു നല്ല കാര്യം മതി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അപ്ലൈൻ ഡൗൺലൈൻ ബന്ധം എന്ന് പറയുന്നത് നല്ലതായിരിക്കണം. അത് കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്ന് മാക്സിമം എഫേർട്ട് നമ്മൾ എടുക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഒരു അപ്ലൈൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അപ്ലൈൻ ആയിട്ട് മാറണം. ഒരിക്കലും നിങ്ങളുടെ ആശയങ്ങളെ നിങ്ങളുടെ ടീമിന് അടിച്ചേൽപ്പിക്കുന്ന ഒരാളായിട്ട് മാറരുത്. നിങ്ങളുടെ ആശയങ്ങളെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ, ലളിതമായിട്ട്, അവർക്ക് പ്രചോദനകരമാവുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഒരാളുടെ മേലും നമുക്ക് അതോറിറ്റേറിയൻ പവർ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇത് ചെയ്താൽ നല്ലതാണ് എന്നുള്ളത് മാത്രമേ നമുക്ക് അവിടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുള്ളൂ. അത് എത്ര സിമ്പിൾ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നോ അത്രയും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. കാരണം പലപ്പോഴും ആൾക്കാർ സിസ്റ്റം വിട്ട് പോകാനുള്ള കാരണം സങ്കീർണമായ കാര്യങ്ങൾ തുടക്കത്തിൽ കേൾക്കുമ്പോഴാണ്. സങ്കീർണതയിലേക്ക് കടക്കാതെ എളുപ്പത്തിൽ, ചെറുതായി, ലഘുവായിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരു അപ്ലൈ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറ്റിയാൽ മാത്രമേ അവർ നമ്മുടെ കൂടെ ഇരിക്കും. അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകുന്ന ഒരു ചേച്ചിയോട് ബാർട്ടർ സിസ്റ്റം എന്താണ്, ട്രഡീഷണൽ മാർക്കറ്റ് എന്താണെന്ന് അറിയോ ചോദിച്ചാൽ അവർക്ക് അറിയില്ല. അവരോട് ഇത്ര പറഞ്ഞാൽ മതി, ചേച്ചി നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കാശ് വേണം, ഇന്ന് നമ്മുടെ ജീവിത ചെലവ് കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് എന്റെ ജീവിത ചെലവ് കുറയ്ക്കാൻ പറ്റുന്ന നല്ല ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിലൂടെ എന്റെ ജീവിത ചെലവ് കുറയുന്നു എന്ന് മാത്രമല്ല, നല്ല ഉൽപ്പന്നം കിട്ടുന്നു, ആരോഗ്യം കിട്ടുന്നു, ക്ഷീണത്തിനൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. ബേസിക് ആയിട്ട് ഇതൊന്ന് പറഞ്ഞു കൊടുത്തു നോക്കിയേ, ആ ചേച്ചി കൺവിൻസ്ഡ് ആവും. പക്ഷെ ചേച്ചി ഇവിടെ ഇരിക്കേ, ബാർട്ടർ സംവിധാനം എന്താണെന്നറിയോ? ഇല്ല. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണെന്നറിയോ? ഇല്ല. ഡയറക്ട് മാർക്കറ്റിംഗ് എന്താണെന്നറിയോ? ഇല്ല. ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് അറിയില്ല. സോ മലമറിഞ്ഞ് പൊടിയിടുക. അവർക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളും ലളിതമായിട്ട്, സരസമായിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താൽ ഏതൊരു വ്യക്തിയും നമ്മുടെ കൂടെ വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ അപ്ലൈൻ ഡൗൺലൈൻ ബന്ധം എന്തായിരിക്കും? എപ്പോഴും കണക്റ്റീവ് ആയിരിക്കണം, കണക്റ്റഡ് ആയിരിക്കണം. ഇനി അടുത്തതാണ് റിവ്യൂർ ആക്ടിവിറ്റി. നിങ്ങൾ ഒരു മാസം ചെയ്ത നിങ്ങളുടെ പ്രവർത്തനത്തെ നിങ്ങൾ എന്ത് ചെയ്യാൻ? വിലയിരുത്താൻ. ആ വിലയിരുത്താൻ നിങ്ങൾക്ക് സഹായകരമാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ അപ്ലൈൻ. ഈ മാസത്തെ എന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്, ഞാൻ എന്തൊക്കെ ചെയ്തു, എത്ര ഹോം മീറ്റിംഗ് എടുത്തു, എത്ര ഷോപ്പ് ഉദ്ഘാടനങ്ങൾ എന്റെ ടീമിൽ വന്നു, എത്ര പുതിയ ഡിസ്പ്ലേ ബോളുകൾ വന്നു, എത്ര ഡയമണ്ട് ക്ലബ്ബ് വന്നു, എത്ര 2500 PV ചെയ്യുന്ന പുതിയ ആൾക്കാർ വന്നു, എത്ര 1500 PV കൺസിസ്റ്റൻസിലേക്ക് വന്ന ആൾക്കാർ വന്നു. ഇങ്ങനെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ വളർച്ചയുടെ പാതയിലാണോ തളർച്ചയുടെ പാതയിലാണോ എന്ന് ആദ്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എന്നിട്ട് അത് നിങ്ങളുടെ അപ്ലൈന്റെ അടുത്ത് കൊണ്ടുപോയി ഒപ്പിട്ട് മേടിക്കണം. ഒപ്പിട്ട് മേടിക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളത് നോക്കുമ്പോൾ ആൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം ആള് കാണും. അപ്പൊ ആള് പറയും ഇത് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടിയും നന്നായി എന്നുള്ളത്. സോ റിവ്യൂ യുവർ ആക്ടിവിറ്റി. ഈ പറഞ്ഞ 10 കാര്യങ്ങളും ആര് ചെയ്യുന്നോ അവരാണ് ഈ ബിസിനസ്സിൽ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വിചാരിച്ച രീതിയിൽ ഒരു റിസൾട്ട് ഇതിലൂടെ കൈവരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു സെഷൻ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി, വളരെ എന്താ പറയുക, ഇത്രയും നേരം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാൻ മനസ്സ് കാണിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു വലിയ വിജയം ഈ മാസവും തുടർന്നുള്ള മാർച്ച് മാസത്തിൽ ഉണ്ടാവട്ടെ എന്നുള്ളത് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ജയ് RCM, ഗുഡ് RCM, ജയ് ഹിന്ദ്.